ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. മേടം രാശിക്കാരുടെ നവംബർ മാസഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. മേടം രാശിക്കാർക്ക് സൂര്യൻ 7-ലും 8-ലുമായിട്ടാണ് നവംബറിൽ സഞ്ചരിക്കുന്നത്. നവംബർ 15 വരെ 7-ലും ശേഷം 8-ലേക്കുമാണ് സൂര്യൻ രാശി മാറുന്നത്. സൂര്യൻ 7-ൽ നിൽക്കുന്നത് മോശം ഫലങ്ങളായിരിക്കും മേടം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത്. 7-ലെ സൂര്യനെ കൊണ്ട് പൊതുവെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അസുഖങ്ങൾ ഉണ്ടാവാനും ഉള്ള അസുഖങ്ങൾ മൂർച്ഛിക്കാനും സാധ്യതയുണ്ട്. ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവരൊക്കെയാണെങ്കിൽ BP, കൊളസ്ട്രോൾ, ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുമായി എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ഹോസ്പിറ്റൽ വാസത്തിനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി 7-ലെ സൂര്യനെ കൊണ്ട് സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ശാരീരികമായ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരിക, അതുമാതിരി അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമായിരിക്കും. അതുമാതിരി അവരുടെ വിദ്യാഭ്യാസത്തിൽ ബുദ്ധിമുട്ട് വരിക, അതുമാതിരി പണച്ചെലവുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പൊതുവെ കുടുംബത്തിൽ ഒരു അസ്വസ്ഥതകൾ ഉണ്ടാവാം, ഐക്യക്കുറവുകൾ ഉണ്ടാവാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് അത് നീണ്ടുപോകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. പ്രൈവറ്റ് ജോലികളൊക്കെ പോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായ സമയങ്ങളാണ് സൂര്യൻ 7-ൽ നിൽക്കുമ്പോഴുള്ള സമയം എന്ന് പറയുന്നത്. നവംബർ 15-ന് ശേഷം മേടം രാശിക്കാർക്ക് സൂര്യൻ 8-ലേക്കാണ് മാറുന്നത്. 8-ലെ സൂര്യനും മോശം ഫലങ്ങളായിരിക്കും മേടം രാശിക്കാർക്ക് നവംബർ മാസം നൽകാൻ പോകുന്നത്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളാണ് 8-ലെ സൂര്യനെ കൊണ്ട് നമ്മൾ പറയുക. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശാരീരികമായ പീഡകൾ, അതുമാതിരി മാനസിക ക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ യാത്രകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഹോസ്പിറ്റൽ വാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതുവഴി പണച്ചെലവുകൾ ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമായിരിക്കും. മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ ഉണ്ടാവാനും അതുവഴി മനോദുഃഖങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് ആൾക്കാർ പറയാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും സൂര്യൻ 8-ൽ നിൽക്കുമ്പോൾ. പൊതുവെ മോശം ഫലങ്ങളാണ് 8-ലെ സൂര്യനെ കൊണ്ട് മേടം രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. മേടം രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് 4-ലാണ്. 4-ലെ ചൊവ്വയെ കൊണ്ട് മോശം ഫലങ്ങളാണ് മേടം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ചൊവ്വ 4-ൽ നിൽക്കുന്നതായ സമയത്ത് രോഗപീഠകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി ശത്രുക്കൾ കൂടാനും ശത്രുക്കളെ കൊണ്ട് ഉപദ്രവങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമായിരിക്കും. മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബൈക്കുകളൊക്കെ ഉപയോഗിക്കുന്നതായ ആളുകളും ദൂരയാത്രകൾക്ക് ബൈക്കുകൾ ഉപയോഗിക്കുന്നതായ ആളുകളും വളരെയധികം സൂക്ഷിക്കേണ്ടതായ ഒരു സമയമാണ്. ബൈക്ക് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുമാതിരി തന്നെ മാതാപിതാക്കൾക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകാനും അതുമാതിരി പണച്ചെലവ് ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ്. ഭൂമി സംബന്ധമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സിവിൽ എഞ്ചിനീയർമാർ, BRക്കാർ, അതുമാതിരി തന്നെ റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടത്തുന്നവർക്ക് പൊതുവെ മോശം സമയമായിരിക്കും. അവർ ആ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ധനപരമായ ഇടപാടുകൾ നടത്തുമ്പോഴും അതുമാതിരി ലാൻഡ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതായൊരു സമയമാണ്. ചൊവ്വ 4-ൽ നിൽക്കുമ്പോൾ മോശം ഫലങ്ങളായിരിക്കും നൽകുക. അഷ്ടമത്തിലാണ് ബുധൻ മേടം രാശിക്കാർക്ക് നിൽക്കുന്നത്. അഷ്ടമത്തിലെ ബുധനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളായിരിക്കും മേടം രാശിക്കാർക്ക് ഉണ്ടാവുക. ആരോഗ്യപരമായ മെച്ചപ്പെടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബുധനെ കൊണ്ട് ആരോഗ്യപരമായ ഗുണങ്ങളുണ്ടാവും. ബാക്കിയുള്ള ഗ്രഹങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ബുധനെ കൊണ്ടൊരു തടയുണ്ടാവും. അതുമാതിരി ധനപരമായ വരവുകൾ ബുധൻ 8-ൽ നിൽക്കുമ്പോൾ ഉണ്ടാവും. പുതിയ ധനസ്രോതസ്സുകൾ കണ്ടെത്താനും ജോലിയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാനും അതുമാതിരി ഫ്രീലാൻസൊക്കെ ചെയ്യുന്നവർക്ക്, പ്രൊഫഷണലുകൾക്കും കൂടുതൽ വരുമാനം ഉണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. ഗവൺമെൻറ് ജോലിക്കാർക്കൊക്കെ അവരുടെ മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ പറ്റിയ സമയമാണ്. അതുമാതിരി തന്നെ വിദേശത്തൊക്കെ ജോലി നോക്കുന്നവർക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവർക്ക്, അറ്റൻഡ് ചെയ്യുന്നവർക്ക് കിട്ടാൻ സാധ്യതയുള്ളതായൊരു സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് ബുധനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ബുധൻ 8-ൽ നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമായിരിക്കും. PSC ഒക്കെ എഴുതുന്നതായ ആളുകൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. അതുമായി പുറത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്നതായ ആളുകൾക്ക് സാധ്യതയുള്ള പഠനത്തിനൊക്കെ പോകാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് മാസ്റ്റേഴ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സമയമാണ്. ബുധൻ 8-ൽ നോക്കുമ്പോൾ തുടങ്ങാൻ പറ്റിയതായ സമയമാണ്. മേടം രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് 2-ലാണ്. 2-ലെ വ്യാഴത്തിനെ കൊണ്ട് മേടം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് കിട്ടുക. പൊതുവെ
2025 വ്യാഴമാറ്റം വരെ ഇവർക്ക് ഈ 2 വ്യാഴം കൊണ്ട് വളരെ നല്ല ഫലങ്ങളായിരിക്കും കിട്ടുക. ധനപരമായ നല്ല ഉയർച്ച ഉണ്ടാവും. ഈ കൊല്ലം കാര്യങ്ങൾ മൊത്തം തന്നെ ഉയർച്ച ഉണ്ടാവും. പൊതുവേ നല്ല നമുക്ക് ബഹുമാനവും കീർത്തിയൊക്കെ സമൂഹത്തിൽ കിട്ടും. അതുമാതിരി ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനും വ്യാഴം 2 നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ വിദേശത്തൊക്കെ ജോലി അന്വേഷിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും ജോലി കിട്ടാനൊക്കെ പറ്റിയ സമയമാണ്. അതുമാതിരി UK പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ പോകാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാവാനും പോകാനും പറ്റിയതായ സമയങ്ങളാണ്. അതുപോലെ തന്നെ കുടുംബപരമായി സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയാണ്. വിവാഹം നടക്കാത്തതായ ആളുകൾക്ക് വ്യാഴം 2 നിൽക്കുമ്പോൾ വിവാഹമൊക്കെ നടക്കാനും നല്ല സൗഭാഗ്യങ്ങളും എല്ലാം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാവാനും, അതുമാതിരി സന്താന ഗുണങ്ങൾ അവരെ കൊണ്ട് അവരുടെ വിദ്യാഭ്യാസം നന്നായി പോകാനും, അവരുടെ വഴി ധനാഗമനം ഉണ്ടാവാനൊക്കെ പറ്റിയ സമയമാണ്. ബന്ധുക്കളിൽ നിന്നൊക്കെ നല്ല സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും. PSCക്കൊക്കെ നോക്കുന്നതായ മേടം രാശിക്കാർക്ക് വ്യാഴം 2 നിൽക്കുമ്പോൾ PSC ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി മത്സര പരീക്ഷകൾക്കൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് വ്യാഴം 2 നിൽക്കുമ്പോൾ. പൊതുവേ 2 വ്യാഴം കൊണ്ട് ഈ കൊല്ലം മുഴുവൻ അവർക്ക് വളരെ നല്ല ഗുണങ്ങളായിരിക്കും മേടം രാശിക്കാർക്ക് ഉണ്ടാവുക. മേടം രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് 8-ലും 9-ലും ആയിട്ടാണ്. 8-ലെ ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളാണ് മേടം രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. ശുക്രൻ പൊതുവെ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സുഖലോലുപതയുടെയും ഗ്രഹമായതുകൊണ്ട് തന്നെ സുഖങ്ങളെല്ലാം കൂടും. ലക്ഷറി ഗുഡ്സ്, അതായത് ഇപ്പോൾ നമുക്ക് സമ്മാനങ്ങളൊക്കെ രീതിയിൽ കിട്ടുക, അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ, കാറ്, വാഹനം, വീടൊക്കെ വാങ്ങാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും 8-ൽ. അല്ലെങ്കിൽ അതിനൊക്കെ ഒരു തുടക്കം കുറിക്കാനോ എന്തെങ്കിലുമൊക്കെ ഒരു ചിന്ത അതിന് വേണ്ടി തുടക്കമിടാനോ ഒക്കെ പറ്റിയതായ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ശത്രുക്കളെ കൊണ്ട് നമുക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാവില്ല. ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നതൊന്നും ഫലിക്കാണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും 8-ൽ ശുക്രൻ നിൽക്കുമ്പോൾ. മാനസികമായി സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ശുക്രൻ ആരോഗ്യപരമായി പുഷ്ടിയും നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ള ഗ്രഹങ്ങൾ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ശുക്രനും ബുധനും നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അത് ആരോഗ്യപരമായി പ്രശ്നമില്ലാണ്ട് പോകാൻ പറ്റുന്നതായൊരു സമയമായിരിക്കും. അതുമാതിരി തന്നെ പൊതുവേ നമുക്ക് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കരകയറാനും നമുക്ക് അതുമാതിരി തന്നെ ബാക്കിയുള്ളവർക്ക് നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുന്നതായൊരു സമയമായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സ്വരച്ചേർച്ച ഉണ്ടാവാനും അവർ തമ്മിൽ നന്നായി ഈണത്തിൽ പോകാനും പറ്റിയൊരു സമയമാണ്. ധനപരമായ ഉയർച്ചയും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് 8-ൽ ശുക്രൻ നിൽക്കുമ്പോൾ. പിന്നീട് ശുക്രൻ ഭാഗ്യസ്ഥാനമായ 9-ലേക്ക് പോവുകയാണ്. 9-ൽ ശുക്രൻ നിൽക്കുമ്പോഴും വളരെ നല്ല ഫലങ്ങളാണ് ശുക്രൻ മേടം രാശിക്കാർക്ക് കൊടുക്കാൻ പോകുന്നത്. ഭാഗ്യസ്ഥാനമായ 9-ൽ നിൽക്കുമ്പോൾ ഭാഗ്യം വർദ്ധിക്കുന്നതായി കാണാൻ പറ്റും. അതുമാതിരി തന്നെ നമ്മൾ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊരു വിജയം കാണാനും കാര്യവിജയമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി നമുക്ക് പുതിയതായ ധനസ്രോതസ്സുകൾ കണ്ടുപിടിക്കാനും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനും പറ്റിയൊരു സമയമാണ്. ജോലിയിൽ നിന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ വരുമാനം ഉണ്ടാവാനും ഉയർച്ച ഉണ്ടാവാനും പ്രമോഷനൊക്കെ കിട്ടാൻ പറ്റിയ സമയമാണ് 9-ൽ ശുക്രൻ നിൽക്കുന്നതായ സമയം എന്ന് പറയുന്നത്. അതുമാതിരി മൾട്ടിപ്പിളായ ധനസ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ബിസിനസ്സിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാനും ഉള്ള ബിസിനസ് പുഷ്ടിപ്പെടുത്താനും പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനൊക്കെ പറ്റിയതായൊരു സമയമാണ് ശുക്രൻ 9-ൽ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. പൊതുവേ ശുക്രനെ കൊണ്ട് നവംബർ മാസത്തിൽ മേടം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് കിട്ടാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ഇടവം രാശിക്കാരുടെ നവംബർ മാസഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇടവം രാശിക്കാർക്ക് നവംബർ മാസത്തിൽ സൂര്യൻ 6-ലും 7-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. നവംബർ 16 വരെ 6-ലും ശേഷം 7-ലേക്കുമാണ് സൂര്യൻ മാറുന്നത്. 6-ലെ സൂര്യനെ കൊണ്ട് ഇടവം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. 6-ൽ സൂര്യൻ നിൽക്കുമ്പോൾ ആരോഗ്യപരമായ നല്ല പുഷ്ടി ഉണ്ടാവാനും ശാരീരികമായ സുഖങ്ങൾ ഉണ്ടാവാനും മാനസികമായ സന്തോഷങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ളതായൊരു സമയമാണ്. നമുക്ക് ലോണുകളൊക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ അടച്ചു തീർക്കാനും EMI ഒക്കെ അടച്ചു തീർക്കാനും പറ്റുന്നതായൊരു സമയമായിരിക്കും. ധനപരമായ ഒരു ഉയർച്ച ഉണ്ടാവും. അതുമാതിരി തന്നെ നമുക്ക് എന്ത് കാര്യം ചെയ്യാനും ഒരു ആത്മബലം, ധൈര്യം, അതുമാതിരി എന്തെങ്കിലും ഒരു ശക്തി, ശാരീരികമായൊരു ശക്തിയും ചെയ്യാനൊരു ഉത്സാഹമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും 6-ൽ സൂര്യൻ നിൽക്കുന്ന സമയത്തെന്ന് പറയുന്നത്.
പൊതുവെ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും അത് കാര്യവിജയം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. അതുമാതിരി തന്നെ ശത്രുക്കളിലൊക്കെ മിത്രങ്ങളാവാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. അതുമാതിരി നമ്മുടെ മിത്രങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. ജോലിയിൽ നന്നായി പെർഫോം ചെയ്യാനും അതുവഴി നല്ല റിസൾട്ടൊക്കെ ഉണ്ടാക്കാനും പറ്റുന്നതായൊരു സമയമായിരിക്കും സൂര്യൻ 6-ൽ നിൽക്കുമ്പോൾ. പൊതുവേ നല്ല ഫലങ്ങളായിരിക്കും സൂര്യനെ കൊണ്ട് ഇടവം രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. നവംബർ 16-ന് ശേഷം സൂര്യൻ 7-ലേക്കാണ് മാറുന്നത്. 7-ലെ സൂര്യനെ കൊണ്ട് ചില്ലറ തിക്താനുഭവങ്ങളാണ് ഇടവം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. 7-ൽ സൂര്യൻ നിൽക്കുന്നതായ സമയത്ത് കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. അതുമാതിരി അസ്വാരസ്യങ്ങൾ കുടുംബത്തിലുണ്ടാവുക, ഒരു ഐക്യക്കുറവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും 16-ന് ശേഷം 7-ലേക്ക് ശുക്രൻ വരുമ്പോൾ ഇടവം രാശിക്കാർക്ക്. അതുമാതിരി തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് മൂർച്ഛിക്കാനും അതുകൊണ്ട് ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. അതുവഴി തന്നെ ചില്ലറ ധനനഷ്ടങ്ങളും ഹോസ്പിറ്റൽ വാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. അതുമാതിരി തന്നെ വിവാഹമൊക്കെ ആലോചനകൾ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് നീണ്ടുപോകാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. പ്രണയിക്കുന്നവരൊക്കെ തമ്മിൽ ചില്ലറ അകൽച്ചയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരിക്കും 7-ലെ സൂര്യനെ കൊണ്ട്. സന്താനങ്ങൾക്ക് ചില്ലറ അരിഷ്ടതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് 7-ൽ സൂര്യൻ നിൽക്കുമ്പോൾ. അവരുടെ വിദ്യാഭ്യാസം അതിൽ ബുദ്ധിമുട്ടുണ്ടാവാൻ, അതുമാതിരി അവരുടെ ആരോഗ്യത്തിൽ ചില്ലറ അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിന് ഒരു സമയമാണ് സൂര്യൻ 7-ൽ നിൽക്കുമ്പോൾ ഇടവം രാശിക്കാർക്ക് എന്ന് പറയുന്നത്. 7-ലെ സൂര്യനെ കൊണ്ട് ചില്ലറ തിക്താനുഭവങ്ങൾ ഇടവം രാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇടവം രാശിക്കാർക്ക് നവംബറിൽ ചൊവ്വ നിൽക്കുന്നത് 3-ലാണ്. 3-ലെ ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളായിരിക്കും ഇടവം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ചൊവ്വ എന്ന് പറയുന്നത് ഭൂമിയുമായി ചിന്തിക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റിലും അതുപോലെ തന്നെ ലാൻഡ് ക്രയവിക്രയങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവാനും നല്ല പെർഫോമൻസ് ചെയ്യാനും പറ്റിയ സമയമായിരിക്കും. അതുമാതിരി തന്നെ സിവിൽ എഞ്ചിനീയർമാർക്കാണെങ്കിലും ഈ ആർക്കിടെക്റ്റുമാർക്കാണെങ്കിലും അവർക്കൊക്കെ നല്ല പെർഫോമൻസ് ചെയ്യാനും അവർക്കൊക്കെ കമ്പനിയിൽ ഉയർച്ച ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമായിരിക്കും. ഭൂമി ക്രയവിക്രയം ചെയ്യാനും അതുമാതിരി നമുക്ക് പൂർവിക സ്വത്തൊക്കെ കിട്ടാനൊരു തുടക്കം കുറിക്കാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. പൊതുവെ 3-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ധനപരമായ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. നമ്മുടെ ചെയ്യുന്ന ജോലിയിൽ നിന്ന് തന്നെ ഉയർച്ച ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ്. ശത്രുക്കളിൽ മേൽ വിജയിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് ചൊവ്വ 3-ൽ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. അതുമാതിരി നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും. ശാരീരികമായ സുഖങ്ങളും മാനസികമായ ധൈര്യവും സന്തോഷമൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി തന്നെ നമ്മുടെ ബന്ധുക്കളും അതുമാതിരി നമ്മുടെ കൂട്ടുകാരൊക്കെ വഴി നമുക്ക് നല്ല ഗുണങ്ങളും നല്ല റിസൾട്ടൊക്കെ ഉണ്ടാവാൻ പറ്റിയൊരു സമയമാണ് 3-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ഇടവം രാശിക്കാർക്ക് പറയാനുള്ളതായ ഫലങ്ങൾ. ഇടവം രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 7-ലാണ്. 7-ലെ ബുധനെ കൊണ്ട് ഇടവം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. 7-ൽ ബുധൻ നിൽക്കുന്നതായ സമയത്ത് വിദ്യാഭ്യാസപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഇടവം രാശിക്കാർക്കായ കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരുടെ കോൺസെൻട്രേഷൻ മാറിപ്പോവാനും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ അവരുടെ റിസൾട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടുതൽ പഠിച്ചാൽ മാത്രമേ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതുമാതിരി PSC ഒക്കെ എഴുതുന്നു, മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതായ ഇടവം രാശിക്കാർക്ക് ബുധൻ 7-ൽ നിൽക്കുമ്പോൾ അത് തട്ടിപ്പോവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. അതുമാതിരി കുടുംബത്തിൽ തന്നെ ചില്ലറ അസ്വാരസ്യതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ പാഴ്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ബുധൻ 7-ൽ നിൽക്കുമ്പോൾ. ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസം ആരോഗ്യമൊക്കെ ബുദ്ധിമുട്ടുകളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളൊരു സമയമാണ് ബുധൻ 7-ൽ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. 7-ലെ ബുധനെ കൊണ്ട് പൊതുവെ ഇടവം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. അതുമാതിരി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ അടിപിടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാവാൻ ചില്ലറയാണെങ്കിലും അത് ചെറിയ രോഗങ്ങളോ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ് ബുധൻ 7-ൽ നിൽക്കുമ്പോൾ ഇടവം രാശിക്കാർക്ക് ഫലങ്ങൾ പറയാനുള്ളത്. ഇടവം രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് ജന്മത്തിലാണ്. ജന്മത്തിലെ വ്യാഴത്തിനെ കൊണ്ട് ഈ കൊല്ലം മുഴുവൻ അവർക്ക് ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാവുക. അഷ്ടമത്തിലും ജന്മത്തിലൊക്കെ വ്യാഴം നിൽക്കുമ്പോൾ പൊതുവേ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്.
അപ്പോൾ നമ്മൾ ജ്യോതിഷത്തിൽ നമ്മൾ ജ്യോതിഷത്തിനെ നോക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അത് ജന്മത്തിൽ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഈ ഇടവം രാശിക്കാർക്ക് തന്നെ പ്രാക്ടിക്കലി അവർക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ശാരീരികമായ പൊതുവേ ഈ കൊല്ലം മുഴുവൻ ശാരീരികവും മാനസികമായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ജോലി സ്ഥലത്തൊക്കെ അവർക്ക് അനാവശ്യമായ ടെൻഷനുകളും വഴക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. പ്രൈവറ്റ് ജോലികളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് പോകാൻ്റെ അറ്റം വരെ എത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഗവൺമെൻറ് ജോലിയിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ അനാവശ്യമായ മേലധികാരികളിൽ നിന്ന് വഴക്ക് കേൾക്കേണ്ടി വരുന്നതോ അല്ലെങ്കിൽ ഓഫീസ് പൊളിറ്റിക്സൊക്കെ നേരിടേണ്ടി വന്ന ഒരു സമയമായിരിക്കും വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത്. അതുമാതിരി തന്നെ ധനപരമായ പാഴ്ചെലവുകൾ ഉണ്ടാവുക, നമ്മളെന്ത് കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും 2-3 വട്ടമൊക്കെ ചെയ്യേണ്ടതായ അവസ്ഥകൾ വരിക. അതുമാതിരി നമുക്ക് കിട്ടേണ്ടതായ പണം കിട്ടാൻ വൈകുക, നമുക്ക് ധനപരമായ വരവുകൾ കുറയുക, അതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമായിരുന്നു ഈ കൊല്ലം മുഴുവൻ ജന്മത്തിൽ വ്യാഴം നിൽക്കുന്ന സമയത്ത്. പൊതുവേ അവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ പൊതുവേ ഉണ്ടായിട്ടുണ്ടാവും. വിദേശത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നാട്ടിലേക്ക് വരേണ്ടതായ ഒരു സാഹചര്യം വരെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്തിട്ടുള്ള ഒരു സമയം ഇടവൻ രാശിക്കാർക്ക് ജന്മത്തിലെ വ്യാഴം കൂടി ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ വക്രത്തിൽ വ്യാഴം ഇപ്പോൾ കയറിയിട്ടുള്ളതുകൊണ്ട് വക്രത്തിലാണ് ഇപ്പോൾ വ്യാഴത്തിൻ്റെ സഞ്ചാരം എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് ഈ ദോഷഫലങ്ങളൊക്കെ പൊതുവേ കുറഞ്ഞിരിക്കും. ഇപ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അടുത്ത കൊല്ലം വ്യാഴം മാറാൻ പോകുന്നത് 2ലേക്ക് വ്യാഴം വരുമ്പോൾ അവർക്ക് ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ഇരട്ടി പോസിറ്റീവ് റിസൾട്ട് അവർക്ക് കിട്ടാനും അവർക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ഇപ്പോൾ അവർ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും വ്യാഴം 2ൽ വരുമ്പോൾ അതിൻ്റെയൊക്കെ അത് നല്ലത് അവർക്ക് കിട്ടാനുള്ള സമയം വരും. അപ്പോൾ അതാണ് വ്യാഴത്തിനെ കൊണ്ട് ഇടവൻ രാശിക്ക് പറയാനുള്ളത്. ഇടവം രാശിക്ക് നവംബറിൽ ശുക്രൻ 7ലും 8ലുമായിട്ടാണ് സഞ്ചരിക്കും. 7ലെ സൂര്യനെ കൊണ്ട് ഇടവം രാശിക്ക് മോശം ഫലങ്ങളായിരിക്കും നവംബർ മാസം കിട്ടാൻ പോകുന്നത്. 7ലെ ശുക്രനെ കൊണ്ട് പൊതുവേ നമ്മൾ പറയാറ് വഴക്കുകൾ ഉണ്ടാവാനും കുടുംബത്തിൽ അനാവശ്യമായ അസ്വസ്ഥതകൾ ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാവാനും സന്താനപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ശുക്രൻ സുഖലോലുപതയുടെ ഗ്രഹമായതുകൊണ്ട് തന്നെ സുഖങ്ങളൊക്കെ കുറയാൻ നമുക്കിപ്പോൾ സുഖപരമായ നമ്മൾ എസിലിരിക്കുകയാണെങ്കിലും മനസ്സ് വിഷമിക്കുകയാണെങ്കിൽ കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് അനുഭവിക്കാനും അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടാത്ത ഒരു സമയമായിരിക്കും ശുക്രൻ 7ൽ നിൽക്കുമ്പോൾ. പൊതുവേ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാനും ജോലി സ്ഥലത്താണെങ്കിലും വഴക്കുകൾ ഉണ്ടാവാനും നമ്മൾ ചെയ്തു കൊടുക്കുന്നതിനൊന്നും ആൾക്കാർക്ക് തൃപ്തി വരാത്തതായൊരു സമയമായിരിക്കും ശുക്രൻ 7ൽ നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവാനും മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ശുക്രൻ 7ൽ നിൽക്കുന്ന ഒരു സമയത്ത്. നവംബർ 6ന് ശേഷം ശുക്രൻ 8ലേക്കാണ് മാറുന്നത്. 8ലെ ശുക്രനെ കൊണ്ട് നല്ല ഫലങ്ങളാണ്. അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലങ്ങളാണ് ഇടവം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ആരോഗ്യപരമായ പുഷ്ടി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് 8ൽ ശുക്രൻ നിൽക്കുന്ന ഒരു സമയത്ത് ഇടവം രാശിക്കാർക്ക്. ശത്രുക്കൾ മേൽ വിജയമുണ്ടാവാനും ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നതിനൊന്നും ഫലപ്രാപ്തി കിട്ടാനിരിക്കുന്ന ഒരു സമയമായിരിക്കും 8ൽ ശുക്രൻ നിൽക്കുമ്പോൾ ഇടവം രാശിക്കാർക്ക്. അതുമാതിരി മാനസികമായി ഉണ്ടായിരുന്ന പിരിമുറുക്കങ്ങളൊക്കെ മാറാനും മാനസികമായ സ്വസ്ഥത കിട്ടാനും മാനസികമായ സുഖവും സന്തോഷമൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. നല്ല ആൾക്കാരൊക്കെ ആയിട്ട് ഇടപഴകാനും അവർ വഴി നല്ല നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമായിരിക്കും. അതുമാതിരി തന്നെ ധനപരമായ ഉയർച്ച ഉണ്ടാവാനും നമ്മൾക്ക് കിട്ടാനുണ്ടായിരുന്നതായ പൈസകൾ കിട്ടാനും അതുവഴി നമുക്കത് അനുഭവിക്കാനും പറ്റുന്നതായൊരു സമയമായിരിക്കും ശുക്രൻ 8ൽ നിൽക്കുമ്പോൾ ഇടവം രാശിക്കാർക്ക്. പൊതുവെ 8ലെ ശുക്രനെ കൊണ്ട് അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഇടവം രാശിക്കാർക്ക് നല്ല ഫലങ്ങളാണ് കിട്ടാൻ പോകുന്നത്. ഇടവം രാശിക്കാർക്ക് ശനി 10ൽ നിൽക്കുന്നതാണ് ഇപ്പോൾ നിൽക്കുന്നത്. 10ലെ ശനിയെ കൊണ്ട് വളരെ മോശം ഫലങ്ങളായിരിക്കും ഇടവം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഒരു തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 2-3 വട്ടം ചെയ്യേണ്ടി വരുന്നതായൊരു സാഹചര്യം ഉണ്ടാവും. അതുമാതിരി തന്നെ നമ്മുടെ കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുണ്ടാവാനും ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ 10ലെ ശനിയെ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി അനാവശ്യമായ അലച്ചിലുകൾ ഉണ്ടാവുക, നമുക്ക് ദൂരയാത്രകളിലൊക്കെ ജോലിപരമായി പോകേണ്ടി വരിക, അതുകൊണ്ട് നല്ല റിസൾട്ടും ഇല്ലാണ്ടിരിക്കുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ 10ലെ ശനിയൊക്കെ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ശനി ഇപ്പോൾ വക്രത്തിലായതുകൊണ്ട് പൊതുവേ പക്ഷേ ഇടവം രാശിക്കാർക്ക് ശനിയുടെ ദോഷഫലങ്ങളെല്ലാം കുറഞ്ഞിരിക്കും. ശനിയെ കൊണ്ട് ഈ പറഞ്ഞതായ ദോഷഫലങ്ങളെല്ലാം വളരെ കുറവായിരിക്കും അനുഭവിക്കേണ്ടി വരുള്ളൂ. ഇപ്പോൾ ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. മിഥുനം രാശിക്കാരുടെ നവംബർ മാസഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. മിഥുനം രാശിക്കാർക്ക് നവംബർ മാസത്തിൽ ബുധൻ നിൽക്കുന്നത് 6-ലാണ്. 6-ലെ ബുധനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളാണ് മിഥുനം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. 6-ലെ ബുധൻ നിൽക്കുമ്പോൾ പൊതുവെ ആരോഗ്യപരമായ പുഷ്ടി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി ശത്രുക്കളൊക്കെ ഒഴിഞ്ഞു പോകാനും സാധ്യതയുള്ളൊരു സമയമാണ് മിഥുനം രാശിക്കാർക്ക് ബുധൻ 6-ൽ നിൽക്കുമ്പോൾ ഉള്ളത്. പൊതുവേ നമുക്ക് ലോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ചു തീരാനും അതുമാതിരി നമുക്കൊരു വരുമാനം വരാനും ധനപരമായ ഉയർച്ച ഉണ്ടാവാനും പറ്റിയൊരു സമയമാണ്. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതായ മിഥുനം രാശിക്കാർക്ക് അത് കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി തന്നെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നതായ ആളുകൾക്ക് പോകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പഠനത്തിനായി മുന്നോട്ട് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ആയിട്ട് UK-ലേക്ക് പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ സാധിക്കാൻ സാധ്യതയുള്ള ക്ലിയറൻസൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ് ബുധൻ 6-ൽ നിൽക്കുന്ന സമയത്ത്. പൊതുവേ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ വിജയം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല സമയമാണ്. അവർ പഠിക്കുന്നതിനൊക്കെ ഇരട്ടി റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ബുധൻ 6-ൽ നിൽക്കുന്നതായൊരു സമയത്ത്. അതുപോലെ തന്നെ നമുക്ക് പൊതുവെ മാനസികമായ ഒരു ശക്തിയും ധൈര്യവും കോൺഫിഡൻസും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. കുടുംബപരമായും സുഖവും സന്തോഷമൊക്കെ 6-ലെ ബുധനെ കൊണ്ട് നവംബർ മാസത്തിൽ മിഥുനം രാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. മിഥുനം രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 5-ലും 6-ലുമായിട്ടാണ്. നവംബർ 16 വരെ 5-ലും ശേഷം 6-ലേക്കുമാണ് സൂര്യൻ മാറുന്നത്. 5-ലെ സൂര്യനെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും കിട്ടാൻ പോകുന്നത്. 5-ൽ സൂര്യൻ നിൽക്കുന്നതായ സമയത്ത് പൊതുവെ ശാരീരികമായ അസ്വസ്ഥതകൾ തോന്നാനും ശക്തി കുറവ് തോന്നാനും സാധ്യതയുള്ളൊരു സമയമാണ്. മനോധൈര്യമൊക്കെ ചോർന്നു പോകുന്നത് പോലെ തോന്നാൻ സാധ്യതയുള്ളൊരു സമയമാണ്. രോഗങ്ങളൊക്കെ ഉള്ളതായ ആളുകൾക്ക് അത് മൂർച്ഛിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. മാനസികമായ പിരിമുറുക്കങ്ങൾ അതുമാതിരി അനാവശ്യമായ കാര്യങ്ങൾ നമ്മളെ അലട്ടാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. അനാവശ്യമായ ധനപരമായ ചിലവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അനാവശ്യമായ ചിലവുകളും പാഴ്ചെലവുകളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ധനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. 5 സന്താനഭാവമായതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ ആരോഗ്യമൊക്കെ സൂക്ഷിക്കേണ്ടതായൊരു സമയമാണ്. ചിലർ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പൊതുവെ 5-ൽ സൂര്യൻ നിൽക്കുമ്പോൾ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളും ധനപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് മിഥുനം രാശിക്കാർക്ക്. നവംബർ 16-ന് ശേഷം സൂര്യൻ 6-ലേക്കാണ് പോകുന്നത്. 6-ലെ സൂര്യനെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പൊതുവെ 6-ൽ സൂര്യൻ നിൽക്കുമ്പോൾ ജോലിയിലൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാക്കാനും നന്നായി പെർഫോം ചെയ്യാനും പറ്റുന്നതായൊരു സമയമായിരിക്കും. ബിസിനസ്സൊക്കെ നടത്തുന്നതായ ആളുകൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതായൊരു സമയമായിരിക്കും. ധനപരമായ നല്ല ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ളതായൊരു സമയമാണ്. കാര്യങ്ങളൊക്കെ എന്തിനും മുന്നിട്ടിറങ്ങാൻ ഒരു ധൈര്യം ഉണ്ടാവുകയും അത് നേടിയെടുക്കാൻ കഴിയുന്നതായൊരു സമയമായിരിക്കും. കാര്യവിജയം ഉണ്ടാവുന്നതായ സമയമായിരിക്കും സൂര്യൻ 6-ൽ നിൽക്കുമ്പോൾ മിഥുന രാശിക്കാർക്ക്. അതുമാതിരി ആരോഗ്യപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും ആരോഗ്യം മെച്ചപ്പെടാനും പുഷ്ടിപ്പെടാനും സാധ്യതയുള്ള ഒരു സമയമായിരിക്കും 6-ൽ സൂര്യൻ നിൽക്കുമ്പോൾ. അതുമാതിരി മാനസികമായ കുറച്ചൊരു കോൺഫിഡൻസും ധൈര്യവും എന്ത് കാര്യവും ചെയ്യാനും മുന്നിട്ടിറങ്ങാനും തോന്നുന്നതായൊരു സമയമായിരിക്കും. അതുമാതിരി നമുക്ക് 6-ൽ സൂര്യൻ നിൽക്കുന്നതായ സമയത്ത് ഒരു കീർത്തി ഉണ്ടാവാനും നമുക്കൊരു സമൂഹത്തിൽ നമ്മളെ 4 ആൾ ബഹുമാനിക്കാനുമുള്ള സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി നമുക്കിപ്പോൾ ഓഫീസിലാണെങ്കിലും മേലധികാരികളുടെ പ്രശംസയൊക്കെ പിടിച്ചു പറ്റാൻ പറ്റുന്നതായൊരു സമയമാണ് സൂര്യൻ 6-ൽ നിൽക്കുമ്പോൾ മിഥുനം രാശിക്കാർക്ക്. മിഥുനം രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് 6-ലും 7-ലുമായിട്ടാണ്. 6-ൽ നിൽക്കുമ്പോഴും 7-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് മോശം ഫലങ്ങളായിരിക്കും മിഥുനം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത് നവംബർ മുഴുവൻ. 6-ലെ ശുക്രനെ കൊണ്ട് പൊതുവെ ശത്രുപരമായ ഉപദ്രവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഓഫീസ് പൊളിറ്റിക്സൊക്കെ നമുക്കെതിരെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ജോലി സ്ഥലത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാനും അതുവഴി നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്.
നമ്മൾ ചെയ്യുന്നതായ ജോലികളിൽ അത് തൃപ്തി വരാണ്ടിരിക്കുന്നതായൊരു സമയമായിരിക്കും. അതുമാതിരി ജോലി മോശമാകുമ്പോൾ സ്വാഭാവികമായും ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും നമുക്ക് കിട്ടേണ്ടതായ പണം നമ്മളിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നതായൊരു സമയമായിരിക്കും. ലോണൊക്കെ എടുക്കേണ്ടി വരുന്നതായ സിറ്റുവേഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതായൊരു സമയമായിരിക്കും. EMI ലോണൊക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ടും വരുന്നതായൊരു സമയമായിരിക്കും ശുക്രൻ 6-ൽ നിൽക്കുന്നതായ സമയത്ത്. പൊതുവേ സുഖലോലുപതയുടെ ഗ്രഹമായത് സുഖത്തിൻ്റെ ഗ്രഹമാണ് ശുക്രൻ എന്നുള്ളതുകൊണ്ട് തന്നെ പൊതുവേ സുഖം കുറയാനും ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവാനും ചിലർ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുമാതിരി തന്നെ മനക്ലേശങ്ങൾ, അനാവശ്യമായ യാത്രകളുണ്ടായി യാത്രാക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ശുക്രൻ 6-ൽ നിൽക്കുമ്പോൾ. ശേഷം ശുക്രൻ പോകുന്നത് 7-ലേക്കാണ്. 7-ലെ ശുക്രനെ കൊണ്ട് മോശമായ ഫലങ്ങളാണ് മിഥുനം രാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ജോലി സ്ഥലത്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ധനപരമായ ബുദ്ധിമുട്ടുകൾ, പാഴ്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് 7-ൽ ശുക്രൻ നിൽക്കുമ്പോൾ. അതായത് അനാവശ്യമായ സാധനങ്ങൾ നമ്മൾ പോലും വിചാരിക്കാതെ വാങ്ങുക, പാഴ്ചെലവുകൾ ഉണ്ടാവാനും നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യതയുള്ളൊരു സമയമാണ്. പൊതുവെ ബന്ധുക്കളെല്ലാം ശത്രുക്കളായി മാറുന്നത് നമ്മുടെ വഴക്കുകൾ ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവാനും പ്രണയിതാക്കളൊക്കെ തമ്മിൽ വാക്മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ളതായൊരു സമയമാണ് ശുക്രൻ 7-ൽ നിൽക്കുമ്പോൾ. പൊതുവേ നവംബറിൽ ശുക്രനെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക് മോശം ഫലങ്ങളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളതായത്. മിഥുനം രാശിക്കാർക്ക് ചൊവ്വ നവംബറിൽ നിൽക്കുന്നത് 2-ാം സ്ഥാനത്താണ്. 2-ാം സ്ഥാനത്ത് ചൊവ്വ നിൽക്കുമ്പോൾ മോശം ഫലങ്ങളായിരിക്കും മിഥുനം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ധനപരമായ പാഴ്ചെലവുകൾ ഉണ്ടാവാനും ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ളതായൊരു സമയത്താണ്. അതുമാതിരി ചോര ഭയമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മിഥുനം രാശിക്കാർക്ക് ചൊവ്വ 2-ൽ നിൽക്കുന്നതായൊരു സമയത്ത്. നമ്മുടെ സാധനങ്ങളൊക്കെ ആൾക്കാർ മോഷ്ടിക്കുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടാവുമോ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടാനോ സാധ്യതയുള്ളൊരു സമയമാണ്. ഭൂമിപരമായി വർക്ക് ചെയ്യുന്നതായ ആളുകൾ സൂക്ഷിക്കേണ്ടതായ സമയമാണ്. ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായ സമയമാണ്. റിയൽ എസ്റ്റേറ്റിലാണെങ്കിലും പ്രോപ്പർട്ടി വിൽക്കുകയും വാങ്ങുമ്പോഴൊക്കെ സൂക്ഷിക്കേണ്ടതായ സമയങ്ങളാണ്. ഒപ്പിടുമ്പോഴും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടതായ സമയമാണ്. ഊഹക്കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ചൊവ്വ 2-ൽ നിൽക്കുമ്പോൾ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ മിക്കതും അത് മോശം റിസൾട്ടായിരിക്കും ഉണ്ടാവുക. അനാവശ്യമായ ധനവരവുകൾ ഇല്ലാണ്ടാവുകയും അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ളതായൊരു സമയമാണ്. കുടുംബത്തും അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ശത്രുക്കളൊക്കെ നമുക്ക് മേൽ വിജയം വരിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് ചൊവ്വ 2-ൽ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. യൂണിഫോം ജോബിലൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. മേലധികാരികളൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായൊരു സമയമാണ് ചൊവ്വ 2-ൽ നിൽക്കുന്നതായൊരു സമയത്ത്. മിഥുനം രാശിക്കാർക്ക് ഫലം പറയാനുള്ളത്. മിഥുനം രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് 12-ലാണ്. 12-ലെ വ്യാഴം വളരെ മോശമായ എഫക്റ്റായിരിക്കും മിഥുനം രാശിക്കാർക്ക് ഈ കൊല്ലം മുഴുവൻ കിട്ടാൻ പോകുന്നത്. പൊതുവേ ജോലിയൊക്കെ പ്രൈവറ്റൊക്കെ ഉള്ളവർ പോവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. കൃത്യമായും ചിട്ടയോടുകൂടി പെരുമാറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ഗവൺമെൻറ് ജോലിയിലുള്ളവരൊക്കെ രേഖകളാണെങ്കിലും പൈസയാണെങ്കിലും രേഖകളാണെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. തെറ്റായ വഴിയിലൂടെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയായിരിക്കും വ്യാഴം 12-ൽ നിൽക്കുമ്പോൾ ഉത്തമമായ രീതി. അതുമാതിരി തന്നെ മേലധികാരികളോടൊക്കെ പെരുമാറുമ്പോൾ സൂക്ഷിച്ച് പെരുമാറുന്നത് നന്നായിരിക്കും. ബിസിനസ്സിലൊക്കെ ഉള്ളവർ ക്രയവിക്രയങ്ങൾ നടക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. പ്രോഫിറ്റുകളൊക്കെ കുറഞ്ഞു വരാൻ സാധ്യതയുള്ളൊരു സമയമാണ് വ്യാഴം 12-ൽ നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ പുതിയ ബിസിനസ്സുകളൊന്നും തൽക്കാലം തുടങ്ങാതിരിക്കുകയായിരിക്കും നല്ലത്. പൊതുവേ ധനപരമായ അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് കിട്ടേണ്ടതായ പണം നമുക്ക് എത്തിപ്പെടാണ്ടിരിക്കാൻ തടസ്സങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് മിഥുനം രാശിക്കാർക്ക് 12-ലെ വ്യാഴത്തിനെ കൊണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ ചിലർ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക, കുടുംബത്തിൽ ഒരു സുഖമില്ലാണ്ടിരിക്കുക, അതുമാതിരി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളവർക്ക് പൊളിറ്റിക്കലായിട്ട് മാറി നിൽക്കേണ്ടതായ ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്താണ് വ്യാഴം 12-ൽ നിൽക്കുമ്പോൾ മിഥുനം രാശിക്കാർക്ക്. അതുപോലെ തന്നെ കലാകായിക രംഗത്തൊക്കെ ഉള്ളവർക്ക് അവർ അർഹിക്കുന്നതായ രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയമായിരിക്കും. വിവാഹമൊക്കെ നോക്കുന്നതായ ആളുകളാണെങ്കിൽ അത് നീണ്ടുപോകാൻ സാധ്യതയുള്ളൊരു സമയമാണ് മിഥുനം രാശിക്കാർക്ക് 12-ലെ വ്യാഴം കൊണ്ട്. അതുപോലെ തന്നെ ജോലിയൊക്കെ അന്വേഷിക്കുന്നതായ ആളുകൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരായ ആളുകൾക്ക് അത് തട്ടി നീങ്ങി പോകാനുള്ളതായൊരു സമയമാണ് മിഥുനം രാശിക്കാർക്ക് 12-ലെ വ്യാഴം കൊണ്ട്.
പക്ഷേങ്കിൽ വക്രത്തിലാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത്. വക്രത്തിലെ വ്യാഴം കൊണ്ട് ഈ പറഞ്ഞ എഫക്റ്റുകളൊക്കെ വളരെയധികം കുറയാൻ സാധ്യതയുണ്ട്. മോശം ഫലങ്ങൾ വ്യാഴത്തിൻ്റെ വക്രത്തിലായതുകൊണ്ട് ഇപ്പോൾ മിഥുനം രാശിക്കാരെ ബാധിക്കില്ല. കാരണം വ്യാഴം വക്രത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. മാത്രമല്ല ചില്ലറ ഗുണങ്ങളും വക്രത്തിലെ വ്യാഴത്തിനെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക് കിട്ടുകയും ചെയ്യും. ഈ പറഞ്ഞ 12ലെ വ്യാഴത്തിൻ്റെ മോശ ഫലങ്ങൾക്ക് കുറവുണ്ടാവാനും സാധ്യതയുണ്ട് മിഥുനം രാശിക്കാർക്ക്. ഇതിൻ്റെ ഫലം പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. കർക്കിടക കൂറുകാരുടെ നവംബർ മാസഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. കർക്കിടക കൂറുകാർക്ക് ചൊവ്വ ജന്മത്തിലാണ് നവംബർ മാസത്തിൽ നിൽക്കുന്നത്. 1ലെ ചൊവ്വ കൊണ്ട് കർക്കിടക കൂറുകാർക്ക് മോശം ഫലങ്ങളായിരിക്കും നവംബർ മാസത്തിൽ കിട്ടാൻ പോകുന്നത്. പൊതുവെ ചൊവ്വ 1ൽ നിൽക്കുന്നതായ സമയത്ത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഭൂമിപരമായ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. അതുമാതിരി പൈസ മേടിക്കുമ്പോഴും ഭൂമിപരമായ ഒപ്പിടുമ്പോഴും സൂക്ഷിക്കേണ്ടതായ സമയമാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതായ ആളുകൾക്ക്, സിവിൽ എഞ്ചിനീയർമാർക്കാണെങ്കിലും റിയൽ എസ്റ്റേറ്റിലുള്ള ആൾക്കാർക്കാണെങ്കിലും അത് നല്ലതായൊരു സമയമല്ല. അവർക്ക് പ്രോഫിറ്റിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും പ്രോഫിറ്റ് കുറയാനും ധനപരമായ വരവ് കുറയാനും സാധ്യതയുള്ളൊരു സമയമാണ്. പൊതുവെ മാനസികമായ പ്രശ്നങ്ങൾ, സംഘർഷങ്ങളും നേരിടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നതായ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്താൻ സാധ്യതയുള്ളൊരു സമയമാണ് ചൊവ്വ 1ൽ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ നമുക്കെതിരെ ഓഫീസ് പൊളിറ്റിക്സൊക്കെ ഉണ്ടാവാനും നമ്മളെ ബുദ്ധിമുട്ടിക്കാനും സാധ്യതയുള്ളൊരു സമയമാണ്. ജന്മത്തിലെ ചൊവ്വയെ കൊണ്ട് പൊതുവെ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും 2-3 വട്ടം ചെയ്യേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതായ കാര്യങ്ങളിൽ നമുക്ക് റിസൾട്ട് വിചാരിച്ചതായ രീതിയിൽ കിട്ടാൻ സാധ്യതയില്ലാത്തൊരു. കർക്കിടക കൂറുകാർക്ക് ബുധൻ നിൽക്കുന്നത് 5ലാണ്. 5ലെ ബുധനെ കൊണ്ടും കർക്കിടക കൂറുകാർക്ക് മോശം ഫലങ്ങളാണ് നവംബർ മാസത്തിൽ ഉണ്ടാവാൻ സാധ്യത. ബുധൻ 5ൽ നിൽക്കുമ്പോൾ പൊതുവെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് കോൺസെൻട്രേഷൻ കുറയാനും അവർ ചെയ്യുന്നത് ഇരട്ടി പഠിച്ചാൽ റിസൾട്ട് കിട്ടുമെന്നുള്ളതായൊരു സമയമായിരിക്കും 5ലെ ബുധൻ നിൽക്കുമ്പോൾ. അവരുടെ പെർഫോമൻസൊക്കെ ഒന്ന് പിന്നോട്ട് പോകാൻ സാധ്യതയുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്ക്. അതുമാതിരി തന്നെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും അവർ ചെയ്യുന്നത് നല്ലൊരു റിസൾട്ട്, പ്രൊഫഷണൽസ് ആണെങ്കിൽ അവർക്ക് റിസൾട്ട് ഇല്ലാണ്ടിരിക്കുക, അവർ ചെയ്യുന്നതിൽ അതൃപ്തികൾ മേലധികാരികൾക്ക് ഉണ്ടാവാനും അവർക്ക് ജോലിയിൽ ഉയർച്ച കുറയാനും സാധ്യതയുള്ളൊരു സമയമാണ് ബുധൻ 5ൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതുമാതിരി തന്നെ സന്താനങ്ങളുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ്. ചില്ലറ അരിഷ്ടതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. സന്താനങ്ങളുടെ വഴി ചിലവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പാഴ്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതായ ആളുകൾക്ക് അത് നീണ്ടുപോകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വിദേശത്തൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് അത് നീണ്ടുപോകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വിവാഹമൊക്കെ കഴിക്കാൻ നോക്കുന്നവർക്ക് അത് നീണ്ടുപോകാൻ സാധ്യതയുള്ളൊരു സമയമാണ് ബുധൻ 5ൽ നിൽക്കുമ്പോൾ കർക്കിടകം രാശിക്കാർക്ക്. സ്ഥാനമാണ് 5ാം ഭാവം എന്നുള്ളതുകൊണ്ട് തന്നെ 5ൽ ബുധൻ നിൽക്കുമ്പോൾ സന്താനങ്ങളെ വിദ്യാഭ്യാസപരമായിട്ടും ധനപരമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. പൊതുവെ 5ലെ ബുധനെ കൊണ്ട് കർക്കിടകം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത്. കർക്കിടകം രാശിക്കാർക്ക് വ്യാഴം ആഗ്രഹസഫലീകരണത്തിൻ്റെ സ്ഥാനമായ 11ലാണ് നിൽക്കുന്നത്. 11ലെ വ്യാഴത്തിനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളാണ് ഈ കൊല്ലം മുഴുവൻ കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. വളരെ നല്ല ധനപരമായ ഉയർച്ച ഉണ്ടാവാനും ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള സമയവുമായിരിക്കും ഈ കൊല്ലം മുഴുവൻ വ്യാഴത്തിനെ കൊണ്ട്. അതുമാതിരി ബിസിനസ്സൊക്കെ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ബിസിനസ് പുഷ്ടിപ്പെടാനും നല്ല പ്രോഫിറ്റ് കിട്ടാനും സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. 11ലെ വ്യാഴം കൊണ്ട് കർക്കിടകം രാശിക്കാർക്ക് വളരെ കാലമായിട്ട് ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഒരു വീട് വയ്ക്കാൻ, ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ അതിനൊക്കെ പറ്റിയതായൊരു സമയമായിരുന്നു ഈ ഒരു കൊല്ലം മുഴുവൻ വ്യാഴത്തിനെ കൊണ്ട്. അതുമാതിരി വാഹനങ്ങളൊക്കെ ഇല്ലാത്തവർക്ക് വാഹനങ്ങൾ, കാറാണെങ്കിലും ബൈക്കാണെങ്കിലും വാങ്ങാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പൊതുവെ കുടുംബത്തിൽ സുഖവും സന്തോഷമൊക്കെ 11ലെ വ്യാഴം കൊണ്ടുണ്ടാവും. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിൽ പോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പ്രണയിനികൾക്കൊക്കെ അത് സാധിക്കാനും വിവാഹത്തിലേക്ക് നീങ്ങാനും സാധ്യതയുള്ള ഒരു സമയമാണ് വ്യാഴം 11ൽ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. വിവാഹമൊക്കെ കഴിയാത്തതായ കർക്കിടകം രാശിക്കാർക്ക് 11ലെ വ്യാഴം നിൽക്കുമ്പോൾ ഈ കൊല്ലം സാധ്യതയുള്ളൊരു സമയമാണ് വിവാഹം നടക്കാനൊക്കെ.
അതുമാതിരി തന്നെ നമ്മൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ച പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഒരു സ്ഥിര വരുമാനമൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതായ കണ്ടുപിടിക്കാനും അതിൽ നിന്ന് സ്ഥിര വരുമാനം കിട്ടാനും സാധ്യതയുള്ള ഒരു സമയമാണ് വ്യാഴം 11 നിൽക്കുമ്പോൾ കർക്കിടകം രാശിക്കാർക്ക്. പൊതുവേ വളരെ നല്ല ഫലങ്ങളാണ് ഈ കൊല്ലം മുഴുവൻ 11 വ്യാഴം കൊണ്ട് കർക്കിടകം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. കർക്കിടകം രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 4-ലും 5-ലും ആയിട്ടാണ് നവംബർ മാസത്തിൽ സൂര്യൻ കർക്കിടകം രാശിക്കാർക്ക് സഞ്ചരിക്കുന്നത്. 4-ലെ സൂര്യനെ കൊണ്ട് കർക്കിടകം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും കിട്ടുക. 4-ലും 5-ലും നിൽക്കുമ്പോൾ കർക്കിടകം രാശിക്കാർക്ക് മോശം ഫലങ്ങളാണ് ഈ മാസം മുഴുവൻ സൂര്യനെ കൊണ്ട് നൽകാൻ പോകുന്നത്. 4 നിൽക്കുന്നതായ സമയത്ത് സൂര്യൻ പൊതുവെ അനാവശ്യമായ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്നത് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ജോലി സ്ഥലത്തൊക്കെ പെരുമാറുമ്പോൾ വളരെയധികം സംസാരിക്കുമ്പോഴും സംയമനം പാലിക്കേണ്ടതായൊരു സമയമാണ്. നമ്മൾ വാക്തർക്കങ്ങൾ ഉണ്ടാവാനും വഴക്കുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ തന്നെ തമ്മിൽ സംസാരത്തിൽ നിന്ന് വഴക്കുകൾ ഉണ്ടാവാനും അതുമാതിരി ശത്രുതകൾ മുതലെടുക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് സൂര്യൻ 4-ൽ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില്ലറ കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് രോഗബാധിതയൊക്കെ എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ്. സൂര്യൻ 4-ൽ നിൽക്കുമ്പോൾ അതൊക്കെ മൂർച്ഛിക്കാനും അതിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. അതുമാതിരി ശാരീരികമായ ചില അരിഷ്ടതകളും അനാവശ്യമായ യാത്രകളും യാത്രാക്ലേശങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി തന്നെ അനാവശ്യമായ പാഴ്ചലുകളുണ്ടായി ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും ലോണുകളൊക്കെ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാനും സാധ്യതയുള്ളൊരു സമയമാണ് സൂര്യൻ 4-ൽ നിൽക്കുമ്പോൾ കർക്കിടകം രാശിക്കാർക്ക് സാധ്യതയുള്ളതായ കാര്യങ്ങൾ. പിന്നീട് സൂര്യൻ പോകുന്നത് 5-ലേക്കാണ്. 5-ലെ സൂര്യനെ കൊണ്ടും കർക്കിടകം രാശിക്കാർക്ക് മോശം ഫലങ്ങളാണ് കിട്ടാൻ സാധ്യതയുള്ളത്. 5-ലെ സൂര്യൻ നിൽക്കുമ്പോൾ ശത്രുക്കളൊക്കെ നമുക്കെതിരെ ചെയ്യുന്നതായത് ഫലിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ശാരീരികമായി ശക്തി ക്ഷയിച്ചു വരുന്നതായി തോന്നുന്നതായൊരു സമയമാണ്. മനസ്സിൻ്റെ ധൈര്യമൊക്കെ ചോർന്നു പോകുന്നതായി തോന്നുന്നതായൊരു സമയമായിരിക്കും. പൊതുവേ നമുക്ക് കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കാൻ തോന്നാത്തതായൊരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് നല്ല റിസൾട്ട് ഇല്ലാണ്ടിരിക്കും. കാര്യപരാജയമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. 5 എന്ന് പറയുന്നത് സന്താന സ്ഥാനമായതുകൊണ്ട് തന്നെ സന്താനങ്ങളുടെ ആരോഗ്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാം, ചില്ലറ രോഗങ്ങളൊക്കെ വരാം. അതുമാതിരി അവരുടെ വിദ്യകളിൽ ബുദ്ധിമുട്ടുണ്ടാവാനും അതുവഴി അവർക്ക് സന്താനങ്ങൾ വഴി പാഴ്ചിലവുകൾ ഒരുപാട് ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ് സൂര്യൻ 5-ൽ നിൽക്കുമ്പോൾ കർക്കിടകം രാശിക്കാർക്ക്. അതുമാതിരി തന്നെ പൊതുവേ ധനപരമായ ഞെരുക്കങ്ങൾ ഉണ്ടാവാനും വരവുകൾ കുറയാനും ബിസിനസ്സുകാരാണെങ്കിലും പ്രോഫിറ്റുകൾ കുറയാനും സാധ്യതയുള്ളൊരു സമയമായിരിക്കും. വിദേശത്തൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. ജോലിയിലും കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതായ സമയമാണ് 5-ൽ സൂര്യൻ നിൽക്കുമ്പോൾ. ഇതെല്ലാമാണ് 5-ലെ സൂര്യനെ കൊണ്ട് കർക്കിടകം രാശിക്കാർക്ക് പറയാനുള്ളതായ ഫലങ്ങൾ. കർക്കിടകം രാശിക്കാർക്ക് നവംബർ മാസത്തിൽ ശുക്രൻ 5-ലും 6-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 5-ൽ സഞ്ചരിക്കുന്ന ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളാണ് കർക്കിടകം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. ശുക്രൻ 5-ൽ നിൽക്കുന്നതായ സമയത്ത് നവംബർ 6 വരെയാണ് 5-ൽ ശുക്രൻ നിൽക്കുന്നത്. 5-ലെ ശുക്രനെ കൊണ്ട് ധനപരമായ ഉയർച്ച ഉണ്ടാവാനും ജോലിയിൽ നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും അതുവഴി നല്ല വരവുകൾ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. പ്രൊഫഷണലുകൾക്കാണെങ്കിലും ഫ്രീലാൻസായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിലും നല്ല ധനവരവ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് 5-ലെ ശുക്രനെ കൊണ്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാവാനും ലാഭം ഉണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. സന്താന ഗുണമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ വിദ്യയിൽ പുരോഗതി ഉണ്ടാവാനും സന്താനങ്ങളുടെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. കലാസാഹിത്യ രംഗത്തൊക്കെ ഉള്ളവർക്ക് അവർക്ക് അർഹിക്കുന്നതായ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി കായിക രംഗത്തുള്ളവർക്കാണെങ്കിലും അവരാഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നേടിക്കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 5-ൽ ശുക്രൻ നിൽക്കുന്നതായ സമയം. പൊതുവേ സുഖലോലുപതയുടെ ഗൃഹമായ ശുക്രൻ എന്നുള്ളതുകൊണ്ട് നല്ല സ്ഥലത്ത് 5-ൽ നിൽക്കുമ്പോൾ വാഹനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വീടാണെങ്കിലും അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനൊരു തുടക്കം കുറിക്കാനോ അല്ലെങ്കിൽ വാങ്ങാൻ കഴിയുന്നതായ ഒരു സമയമായിരിക്കും 5-ൽ ശുക്രൻ നിൽക്കുമ്പോൾ. നവംബർ 6-ന് ശേഷം ശുക്രൻ വരുന്നത് 6-ലേക്കാണ്. 6-ലെ ശുക്രനെ കൊണ്ട് മോശം ഫലങ്ങളാണ്
കർക്കിടകം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നു. 6-ൽ ശുക്രൻ നിൽക്കുമ്പോൾ പൊതുവേ ധനപരമായ ഞെരുക്കങ്ങൾ ഉണ്ടാവാനും നമുക്ക് വരുന്നതായ ധനം തടസ്സങ്ങൾ മൂലം നമുക്ക് എത്തിപ്പെടാണ്ടിരിക്കാനും സാധ്യതയുള്ളൊരു സമയമാണ്. ലോണൊക്കെ പല കാര്യങ്ങൾ കൊണ്ടും ലോൺ എടുക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുമാതിരി EMIയും ലോണൊക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നതായൊരു സമയമായിരിക്കും. ശത്രുക്കളൊക്കെ മിത്രങ്ങൾ തന്നെ ശത്രുക്കളായി മാറുന്നതായ സാഹചര്യങ്ങളൊക്കെ കാണാം. ബന്ധുക്കൾ തന്നെ ശത്രുക്കളായി മാറുന്നതായ സാഹചര്യങ്ങളൊക്കെ 6-ലെ ശുക്രൻ നിൽക്കുമ്പോൾ ഉണ്ടാവും. അതുമാതിരി പൊതുവേ സുഖത്തിലൊക്കെ ഒരു കുറവ് വരാനും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. മാനസികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുവഴി അനാവശ്യമായ പാഴ്ചലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാനും കുടുംബത്തിൽ പൊതുവേ ചില്ലറ സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടാവാനും സ്വരച്ചേർച്ചകളില്ലാതിരിക്കാനും സാധ്യതയുള്ള ഒരു സമയമാണ് ശുക്രൻ 6-ൽ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. പൊതുവേ 6-ലെ ശുക്രനെ കൊണ്ട് കർക്കിടകം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത് നവംബർ മാസത്തിൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ചിങ്ങം രാശിക്കാരുടെ നവംബർ മാസത്തിലെ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ചിങ്ങം രാശിക്കാർക്ക് നവംബർ മാസത്തിൽ ചൊവ്വ നിൽക്കുന്നത് 12-ലാണ്. 12-ലെ ചൊവ്വയെ കൊണ്ട് മോശം ഫലങ്ങളായിരിക്കും ചിങ്ങം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. 12-ൽ ചൊവ്വ നിൽക്കുന്നതായ സമയത്ത് ധനപരമായ ധാരാളം ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഭൂമി വാങ്ങുന്നതോ വിൽക്കുന്നതായ രീതികളിൽ നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്തതായ പാഴ്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ശാരീരികമായ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളുള്ളവരാണെങ്കിൽ അത് മൂർച്ഛിക്കാനോ ഹോസ്പിറ്റൽ വാസങ്ങളോ ഒക്കെ ഉണ്ടാവാനോ അതുവഴി ദുർച്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാതിരി തന്നെ അനാവശ്യമായ ദൂരയാത്രകൾ ഉണ്ടാവേണ്ടി വരിക, യാത്രാ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാനും അതുവഴി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ് ചിങ്ങം രാശിക്കാർക്ക് 12-ലെ ചൊവ്വയെ കൊണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലകളിലെല്ലാം വർക്ക് ചെയ്യുന്നതായ ആളുകൾക്ക് ഒപ്പിടുമ്പോഴും ക്രയവിക്രയം നടക്കുമ്പോഴും ഭൂമി ക്രയവിക്രയം നടത്തുമ്പോഴും വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. പൊതുവേ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ഉള്ളവർക്ക് പ്രോഫിറ്റ് കുറയാൻ സാധ്യതയുള്ളതായൊരു സമയമാണ്. ബിസിനസ്സിലൊക്കെ ഉള്ളവർക്ക് അവർക്ക് കിട്ടേണ്ടതായ പേയ്മെൻറ്റുകൾ കിട്ടാൻ വൈകി പോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ചൊവ്വ 12-ൽ നിൽക്കുമ്പോൾ. യൂണിഫോം ജോബിലൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിച്ച് വർക്ക് ചെയ്യേണ്ടതായ സമയമാണ് 12-ലെ ചൊവ്വ നിൽക്കുമ്പോഴുള്ള സമയം. ചിങ്ങം രാശിക്കാർക്ക് ബുധൻ 4-ലാണ് നവംബർ മാസത്തിൽ നിൽക്കുന്നത്. 4-ലെ ബുധനെ കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത് നവംബർ മാസത്തിൽ. ബുധൻ 4-ൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ വഴി നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുക, നമ്മുടെ ശത്രുക്കൾ പോലും നമ്മുടെ മിത്രങ്ങളായി മാറുക, നമ്മുടെ ബന്ധുക്കളെല്ലാം നമ്മളെ അടുത്തേക്ക് സംഗമം ഉണ്ടാവാനും സംഗമിക്കാനും അതുവഴി ഗുണങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി തന്നെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതായ ചിങ്ങം രാശിക്കാർക്ക് അത് കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി IT പ്രൊഫഷണലുകൾക്കാണെങ്കിലും ജോലി മാറാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും വളരെ നല്ല പാക്കേജോടുകൂടി പുതിയ ജോലികൾ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. കുടുംബത്തിലൊക്കെ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. വീട് വാങ്ങാനും വീട് വയ്ക്കാനും ഒക്കെ തുടക്കം കുറിക്കാൻ പറ്റിയതായൊരു സമയമാണ് ബുധൻ 4-ൽ നിൽക്കുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക്. അതുമാതിരി തന്നെ നമുക്ക് പൂർവികമായി കിട്ടാൻ സാധ്യതയുള്ളതായ ഭൂമി നമ്മുടെ പിതാവും മാതാവും വഴി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഭൂമിയൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി നമുക്ക് വിദ്യാർത്ഥികൾക്ക് ബുധനെ കൊണ്ട് വിദ്യാർത്ഥികളെയാണ് വിദ്യയെ ചിന്തിക്കുന്ന ഗ്രഹമാണ് ബുധൻ. അതുകൊണ്ട് തന്നെ 4 നല്ല സ്ഥാനത്ത് 4-ൽ ബുധൻ നിൽക്കുമ്പോൾ ചിങ്ങം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കാനും പഠിത്തത്തിൽ ഉന്മേഷം ഉണ്ടാവാനും അതുമാതിരി പഠിത്തത്തിൽ ഉയർച്ച ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നതായ ആളുകൾക്ക് നല്ല റിസൾട്ടോടുകൂടി പാസ്സാവാൻ പറ്റിയതായൊരു സമയമാണ് 4-ലെ ബുധനെ കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് പറയാനുള്ളത്. ചിങ്ങം രാശിക്കാർക്ക് നവംബറിൽ സൂര്യൻ 3-ലും 4-ലും ആയിട്ടാണ് നിൽക്കുന്നത്. നവംബർ 15 വരെ 3-ലും ശേഷം 4-ലുമാണ് സൂര്യൻ ചിങ്ങം രാശിക്കാർക്ക് സഞ്ചരിക്കുന്നത്. 3-ലെ സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളാണ് ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. സൂര്യൻ 3-ൽ നിൽക്കുന്നതായ സമയത്ത് ധനപരമായ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി ശാരീരികമായൊരു ശക്തി തോന്നാനും
മാനസികമായ ധൈര്യവും കോൺഫിഡൻസും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. മുന്നിട്ടിറങ്ങാനും ആ ഇറങ്ങുന്നതായ കാര്യങ്ങളിൽ നല്ല റിസൾട്ടോടു കൂടി വിജയിക്കാനും സാധ്യതയുള്ള സമയങ്ങളാണ്. ശത്രുക്കളൊക്കെ നമുക്കെതിരെ ചെയ്യുന്നതായ കാര്യങ്ങളൊന്നും ഫലപ്രാപ്തിയിലെത്താൻ സാധ്യതയില്ലാത്തൊരു സമയമാണ്. സൂര്യൻ 3-ൽ നിൽക്കുമ്പോൾ നമുക്ക് ശത്രു വിജയം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. കാര്യവിജയം, നമ്മളെന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും അത് നന്നായി ചെയ്യാനും കാര്യവിജയം ഉണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. സ്വാഭാവികമായും ജോലിയിലും ബിസിനസ്സിലാണെങ്കിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് മൂലം നല്ല ധനവരവ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഫ്രീലാൻസർമാർക്കാണെങ്കിലും IT പ്രൊഫഷണൽക്കോ അല്ലെങ്കിൽ ബാക്കി പ്രൊഫഷണലുകൾക്കാണെങ്കിലും. അതുമാതിരി ബിസിനസ്സിലൊക്കെ പുതിയ വഴികൾ കണ്ടെത്താനും നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. പൊതുവെ സമൂഹത്തിൽ 4 ആൾ നമ്മളെ ബഹുമാനിക്കാനും നമുക്ക് സ്ഥാനം തരാനും സാധ്യതയുള്ള ഒരു സമയമാണ്. സൂര്യൻ 3-ൽ നിൽക്കുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്ന ഫലങ്ങൾ. നവംബർ 15-ന് ശേഷം സൂര്യൻ 4-ലേക്കാണ് മാറുന്നത്. 4-ലെ സൂര്യനെ കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. സൂര്യൻ 4-ൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞതിനൊക്കെ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ റിസൾട്ട് കുറയുക, നമ്മുടെ പെർഫോമൻസ് ജോലിയിലൊക്കെ കുറയുക, അതുവഴി മേലധികാരികളിൽ നിന്ന് ചീത്ത കേൾക്കേണ്ടി വരിക, അതുമാതിരി നമുക്കെതിരെ ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ടാവുക. സ്വാഭാവികമായും ധനപരമായ ബുദ്ധിമുട്ടുകളിൽ ഞെരുക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായും 4-ൽ സൂര്യൻ നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, ദൈനംദിന രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ്. അതൊന്ന് മൂർച്ഛിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുവഴി ചില്ലറ ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ പൊതുവെ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും അസ്വാരസ്യങ്ങളും വഴക്കുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സംയമനം പാലിക്കേണ്ടതായ സമയങ്ങളാണ്. അതുമാതിരി പാരൻസിൻ്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. പാരൻസിനെ ആരോഗ്യപരമായി ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അതുവഴി തന്നെ ദുർച്ചെലവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് സൂര്യൻ 4-ൽ നിൽക്കുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് പറയാനുള്ളത്. ചിങ്ങം രാശിക്കാർക്ക് ശുക്രൻ 4-ലും 5-ലുമായിട്ടാണ് നിൽക്കുന്നത്. 4-ൽ ശുക്രൻ നിൽക്കുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ശുക്രൻ കൊടുക്കുക. പൊതുവെ ശുക്രൻ സുഖത്തിൻ്റെ ഗ്രഹമായതുകൊണ്ട് തന്നെ സുഖലോലുപതയ്ക്ക് പറ്റിയ സാധനങ്ങളൊക്കെ വാങ്ങാനും അല്ലെങ്കിൽ നമുക്കതൊക്കെ കിട്ടാനും സാധ്യതയുള്ളൊരു സമയമായിരിക്കും. വാഹനങ്ങളൊക്കെ വാങ്ങാനൊരു തുടക്കം കുറിക്കാനോ അല്ലെങ്കിൽ വാഹനമോ വീടൊക്കെ വാങ്ങാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. 4-ലെ ശുക്രനെ കൊണ്ട് പാരൻസിൽ നിന്നെല്ലാം നമുക്ക് റിസൾട്ട് കിട്ടാൻ, അതായത് നമുക്ക് നമുക്ക് പൂർവികമായ സ്വത്തുകളൊക്കെ കിട്ടാനോ ഇതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. പൊതുവേ മനസ്സിനും സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് 4-ലെ ശുക്രനെ കൊണ്ട്. ശുക്രൻ 4-ൽ നിൽക്കുമ്പോൾ തന്നെ ചിങ്ങം രാശിക്കാരുടെ ആരോഗ്യത്തിലൊക്കെ പുഷ്ടി വർദ്ധിക്കാനും അതുമാതിരി വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് നിന്ന് ഗുണങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. പൊതുവെ കുടുംബസുഖവും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാതിരി നമ്മുടെ സുഹൃത്തുക്കളെ കൊണ്ട് പഴയ സുഹൃത്തുക്കളൊക്കെ സംഗമിക്കാനും സുഹൃത്തുക്കളെ കൊണ്ട് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ് 4-ൽ ശുക്രൻ നിൽക്കുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. പിന്നീട് ശുക്രൻ മാറുന്നത് 5-ലാണ്. 5-ൽ സന്താനഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോഴും വളരെ നല്ല ഫലങ്ങളാണ് ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. സന്താനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടാനും സന്താനങ്ങളുടെ വിദ്യയിൽ മെച്ചപ്പെടാനും സന്താനങ്ങൾക്ക് ജോലി കിട്ടാനും സന്താനങ്ങൾ വഴി ധനപരമായ ഉയർച്ച ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി തന്നെ 5-ൽ ശുക്രൻ നിൽക്കുമ്പോൾ ആരോഗ്യപരമായ ഉയർച്ച ഉണ്ടാവാനും ധനപരമായ ഉയർച്ച ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. നമ്മുടെ ജോലിയിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും അതുവഴി നല്ല റിസൾട്ട് നമുക്ക് പേയ്മെൻറ്റും കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാതിരി പ്രൊഫഷണലുകൾക്കൊക്കെ നല്ല ഉയർച്ച ഉണ്ടാവാനും പ്രമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. ഗവൺമെൻറ് ജോലിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ 5-ൽ സൂര്യൻ നിൽക്കുമ്പോൾ നല്ല അവരുടെ മേലധികാരികളിൽ നിന്ന് നല്ല പ്രശംസ കിട്ടാനും അവർക്ക് ഇഷ്ടസ്ഥാനങ്ങളിലേക്കൊക്കെ ട്രാൻസ്ഫറൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് കിട്ടാനൊക്കെ സാധ്യതയുള്ളതായൊരു സമയമാണ് 5-ൽ ശുക്രൻ നിൽക്കുന്നതായ സമയം എന്ന് പറയുന്നത്. ബിസിനസ്സിലുള്ളവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 5-ലെ ശുക്രനെ കൊണ്ട്. ചിങ്ങം രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് 10-ലാണ്. കർമ്മവ്യാഴം നമ്മൾ അത്ര നല്ലത് പറയില്ല.
കാരണം വ്യാഴം കർമ്മത്തിൽ നിൽക്കുമ്പോൾ കർമ്മ വൈകല്യം ഉണ്ടാവുമെന്ന് പറയാം. അതുമാതിരി കർമ്മത്തിൽ വ്യത്യസ്തത ഉണ്ടാവുമെന്ന് പറയാം. ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ബിസിനസ് ബുദ്ധിമുട്ടുകൾ വരും, അതിൽ നിന്ന് മാറി പുതിയൊരു ബിസിനസ് തുടങ്ങാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. പ്രൈവറ്റ് ജോലിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ചെയ്യുന്നതായ ജോലി മാറി വേറൊരു കർമ്മരംഗത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. അതുമാതിരി തന്നെ ഗവൺമെൻറ് ജോലിയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ സ്ഥാനചലനമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് കർമ്മവ്യാഴം കൊണ്ട്. അതുമാതിരി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമുക്ക് ഒരു റിസൾട്ട് കിട്ടാണ്ടിരിക്കുക, അതായത് കർമ്മം ചെയ്യണതിന് കുറവൊന്നും ഇല്ലാണ്ടിരിക്കുക, എന്നാൽ അത് വിചാരിച്ചത്ര ഒരു റിസൾട്ട് ഉണ്ടാവാണ്ടിരിക്കുക. അതുമാതിരി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ബാഡ് റിസൾട്ട് ഉണ്ടാവുക, അതായത് കർമ്മ വൈകല്യമൊക്കെ ഉണ്ടാവുക, അങ്ങനെയുള്ളതായൊരു സാഹചര്യമായിരിക്കും കർമ്മവ്യാഴം കൊണ്ട് പൊതുവേ ഉണ്ടാവുക. പൊതുവേ ജോലിയിൽ ടെൻഷൻ വരുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, മാനസികമായ പിരിമുറുക്കവും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഓഫീസിലാണെങ്കിലും ബുദ്ധിമുട്ടുകൾ, സംഘർഷവും വഴക്കുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീട്ടിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും വഴക്കുകളും ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ജോലിയൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ അത് നീണ്ടുപോകാൻ സാധ്യതയുള്ളൊരു സമയമാണ് കർമ്മവ്യാഴം കൊണ്ട്. അതുമാതിരി തന്നെ പൊതുവെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് ഇതാവാണ്ടുള്ള ഒരു കൺഫ്യൂഷനും വരാൻ സാധ്യതയുള്ളൊരു സമയമാണ് കർമ്മവ്യാഴം കൊണ്ട്. പക്ഷേ ഇപ്പോൾ വക്രത്തിലാണ് വ്യാഴം ഉള്ളത്. ഒക്ടോബർ 9 ശേഷം വ്യാഴം വക്രത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് വക്രഗതിയിലാണ്. അതുകൊണ്ട് തന്നെ കർമ്മവ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ ഉണ്ടാവില്ല. ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും ചിങ്ങം രാശിക്കാരെ ഇപ്പോൾ എഫക്റ്റ് ചെയ്യില്ല. വ്യാഴം വക്രത്തിൽ കയറിയതുകൊണ്ട്, വക്രത്തിൽ കയറിയതുകൊണ്ട് തന്നെ ചില്ലറ വ്യാഴത്തിനെ കൊണ്ട് ഗുണഫലങ്ങളും ഉണ്ടാവും. അതായത് ഈ പറഞ്ഞതൊക്കെ ജോലിയിലും കാര്യങ്ങളിലൊക്കെ ചില്ലറ ഗുണങ്ങളും ഉണ്ടാവും. അതേസമയം കർമ്മവ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും താൽക്കാലികമായിട്ട് ഈ വക്രഗതിയിലുള്ളതുകൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാവില്ല. വ്യാഴത്തിനെ കൊണ്ട് ഇപ്പോൾ നല്ല ഫലങ്ങളായിരിക്കും വക്രഗതി കഴിയുന്നത് വരെ ചിങ്ങം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. കന്നി രാശിക്കാരുടെ നവംബർ മാസഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. കന്നി രാശിക്കാരുടെ നവംബർ മാസത്തിൽ ശുക്രൻ 3-ലും 4-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇത് രണ്ടും ശുക്രൻ്റെ നല്ല സ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നവംബർ മാസത്തിൽ ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളായിരിക്കും കന്നി രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. ശുക്രൻ 3-ൽ നിൽക്കുമ്പോൾ കന്നി രാശിക്കാർക്ക് പൊതുവെ ധനപരമായ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. വാഹന ഗുണമുണ്ടാവാൻ സാധ്യതയുണ്ട്. വാഹനങ്ങളൊക്കെ വാങ്ങാൻ തുടക്കം കുറിക്കാനോ അല്ലെങ്കിൽ വീടൊക്കെ വാങ്ങാൻ തുടക്കം കുറിക്കാൻ പറ്റിയ സമയമാണ്. കുടുംബത്തിൽ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സ്വാരസ്യത്തോടെ പോകാൻ സാധ്യതയുള്ള സമയമാണ്. ശത്രുക്കളൊക്കെ നമുക്കെതിരെ ചെയ്യുന്നതായതൊന്നും ഫലിക്കാണ്ട് വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി തന്നെ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായൊരു സമയമായിരിക്കും. നമ്മുടെ പഴയ സുഹൃത്തുക്കളൊക്കെ സംഗമിക്കാനും അതുമാതിരി നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. ശുക്രൻ 3-ൽ നിൽക്കുമ്പോൾ കന്നി രാശിക്കാർക്ക് എന്നുള്ളതാണ് അതിൻ്റെ ഇത് വരുന്നത്. ശേഷം ശുക്രൻ 4-ലേക്കാണ് പോകുന്നത്. 4-ലെ ശുക്രനെ കൊണ്ടും കന്നി രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. നമുക്ക് അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്ന് ധാരാളം ഗുണങ്ങളും പൈസ അല്ലെങ്കിൽ നമുക്ക് പൂർവികമായ സ്വത്തുക്കൾ ലഭിക്കുക, ധനപരമായ ഉയർച്ച ഉണ്ടാവുക, വിദ്യാപരമായ ഉയർച്ച ഉണ്ടാവുക, അതുമാതിരി തന്നെ മനസ്സിന് സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പുണ്യയാത്രകളൊക്കെ നടത്താനും നമ്മൾ എന്തിനും ഒരു ധൈര്യം വരിക, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ നല്ല റിസൾട്ട് ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ് ശുക്രൻ 4-ൽ നിൽക്കുമ്പോൾ. പൊതുവെ 4-ലെ ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളായിരിക്കും കന്നി രാശിക്കാർക്ക് ഉണ്ടാവുക. ജോലിയിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും മേലധികാരികളിൽ നിന്നെല്ലാം പ്രശംസ ലഭിക്കാനും സാധ്യതയുള്ള ഒരു സമയമായിരിക്കും ശുക്രൻ 4-ൽ നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ ഗവൺമെൻറ് ജോലിയിലുള്ളവരൊക്കെ നല്ല ഇഷ്ട സ്ഥലങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാനും അവർക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ്. കലാകായിക രംഗത്തൊക്കെ ഉള്ളവർക്ക് അവർക്ക് അർഹിക്കുന്നതായ സ്ഥാനമാനങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ് ശുക്രൻ 4-ൽ നിൽക്കുമ്പോൾ. കന്നി രാശിക്കാർക്ക് നവംബർ മാസത്തിൽ സൂര്യൻ 2-ലും 3-ലുമായിട്ടാണ് നിൽക്കുന്നത്. സൂര്യൻ 2-ൽ നിൽക്കുമ്പോൾ കന്നി രാശിക്കാർക്ക് സൂര്യനെ കൊണ്ട് മോശം ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ധനപരമായ അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശരീരത്തിന് പൊതുവെ ഒരു ശക്തി കുറവും മനസ്സിനൊരു ധൈര്യക്കുറവും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്.
അതുമാതിരി തന്നെ പൊതുവെ ഒരു കൺഫ്യൂഷനും എന്ത് ചെയ്യണമെന്ന് ഒരു കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 2-ൽ സൂര്യൻ നിൽക്കുമ്പോൾ. ധനസ്ഥാനമായ 2-ൽ സൂര്യൻ നിൽക്കുമ്പോൾ അനിഷ്ടമായ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞെരുക്കങ്ങൾ ഉണ്ടാവാൻ, ധനപരമായ വരവുകൾ കുറയാനും ലോൺ എടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വരാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി നമ്മൾ കയ്യിൽ നിന്ന് ആൾക്കാർ പൈസ മേടിച്ചു കൊണ്ടുപോയിട്ട് തരാമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുപോയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ട് വരിക. അങ്ങനെ ധനപരമായ ബുദ്ധിമുട്ടുകളിലാണ് 2-ൽ സൂര്യൻ നിൽക്കുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവുക. അതുമാതിരി തന്നെ നമ്മുടെ ഓഫീസിലാണെങ്കിലും നമ്മുടെ സഹപ്രവർത്തകരായിട്ട് അനാവശ്യമായ വഴക്കുകൾ സംസാരം വഴി ഉണ്ടാവുക, മേലധികാരികളോട് നമ്മൾ തിരിച്ച് പറയണതായ സാഹചര്യങ്ങൾ വരിക, നമ്മൾ ചെയ്യുന്നത് പോരാന്നുള്ള വർക്ക് ചെയ്യുന്നത് പോരാന്നുള്ള ഒരു സാഹചര്യം വരിക. അത് കുടുംബത്തിലാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും വഴക്കുകളെല്ലാം ധാരാളം ഉണ്ടാവാൻ സാധ്യതയും ശത്രുക്കൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 2-ൽ സൂര്യൻ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞത്. ചില്ലറ രോഗങ്ങൾ ഉണ്ടാവാനും ഹോസ്പിറ്റൽ വാസങ്ങളൊക്കെ ഉണ്ടാവാനും അതുവഴി അനാവശ്യമായ പാഴ്ചലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 2-ൽ സൂര്യൻ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത് കന്നിരാശിക്കാർക്ക്. പിന്നീട് സൂര്യൻ 3-ലേക്കാണ് വരുന്നത്. 3-ലെ സൂര്യനെ കൊണ്ട് കന്നിരാശിക്കാർക്ക് നല്ല ഫലങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം മാറിക്കിട്ടി ധനപരമായ ഞെരുക്കങ്ങളൊക്കെ മാറി ധനപരമായ പുഷ്ടി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് 3-ൽ സൂര്യൻ നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എല്ലാം മാറി ആരോഗ്യപരമായ ഉയർച്ച ഉണ്ടാവാനും സുഖവും സന്തോഷവും മനസ്സിനും ശരീരത്തിനും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി തന്നെ നമ്മുടെ ബന്ധുക്കളെല്ലാം അവരിൽ നിന്ന് ഗുണങ്ങൾ ഉണ്ടാവാനും ശത്രുക്കളെല്ലാം മിത്രങ്ങളായി മാറാനും സാധ്യതയുള്ള ഒരു സമയമാണ് കന്നിരാശിക്കാർക്ക് സൂര്യൻ 3-ൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത്. ജോലിയിലൊക്കെ നല്ല പെർഫോമൻസ് ചെയ്യാനും വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദ്യാഗുണം ഉണ്ടാവാനും PSC ഒക്കെ എഴുതുന്നതായ ആളുകൾക്ക് അത് കിട്ടാനോ അല്ലെങ്കിൽ അതിലൊക്കെ നല്ല പെർഫോമൻസിന് പഠിക്കാനും പറ്റുന്നതായ ഒരു സമയമായിരിക്കും സൂര്യൻ 3-ൽ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. വിദേശത്തൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതിനൊക്കെ ക്ലിയറൻസൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് സൂര്യൻ 3-ൽ നിൽക്കുമ്പോൾ കന്നിരാശിക്കാർക്ക്. കന്നിരാശിക്കാർക്ക് നവംബർ മാസത്തിൽ ബുധൻ 3-ലാണ് നിൽക്കുന്നത്. 3-ലെ ബുധനെ കൊണ്ട് കന്നിരാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. നവംബർ മാസത്തിൽ ബുധൻ 3-ൽ നിൽക്കുമ്പോൾ കന്നിരാശിക്കാർക്ക് സുഹൃത്ത് വലയങ്ങളിലെല്ലാം വഴക്കുകൾ ഉണ്ടാവാനും അതുവഴി ശത്രുക്കൾ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതായ കാര്യങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നതായ റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. അതുമാതിരി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് നീണ്ടുപോകാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ വിദ്യാഗുണത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാനും അവർക്ക് ഇരട്ടി പഠിച്ചാലേ അവർ വിചാരിക്കുന്നതായ ഒരു റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി മത്സര പരീക്ഷകൾക്കൊക്കെ പങ്കെടുക്കുന്നവർ വളരെ നല്ലതായി പ്രയത്നിച്ചാൽ മാത്രമേ അവർക്ക് വിചാരിച്ചതായ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ജോലിയിലൊക്കെ ചെയ്യുന്നതായ ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടിയാൽ മാത്രമേ അവർ വിചാരിച്ചതായ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. അവിടെയൊക്കെ വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ നമുക്കെതിരെ നീങ്ങുന്നതായ കാര്യങ്ങൾ വിജയപ്രാപ്തിയിലെത്താൻ സാധ്യതയുള്ള ഒരു സമയമാണ്. നമുക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്താൻ സാധ്യതയുണ്ട്. ഓഫീസ് പൊളിറ്റിക്സൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബുധൻ 3-ൽ നിൽക്കുമ്പോൾ. പൊതുവെ കന്നിരാശിക്കാർക്ക് 3-ലെ ബുധനെ കൊണ്ട് നവംബർ മാസത്തിൽ മോശം ഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കന്നിരാശിക്കാർക്ക് നവംബർ മാസത്തിൽ ചൊവ്വ നിൽക്കുന്നത് 11-ലാണ്. 11-ലെ ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളാണ് കന്നിരാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. ആഗ്രഹ സഫലീകരണത്തിൻ്റെ സ്ഥാനമായ 11-ൽ ചൊവ്വ നിൽക്കുമ്പോൾ കന്നിരാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നതായ പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ധനപരമായ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ അപ്രതീക്ഷിതമായ ധനവരവ്, പ്രതീക്ഷിക്കാത്ത പലയിടത്തു നിന്നും ധനാഗമനം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ജോലിയിലൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും റിസൾട്ട് ഉണ്ടാക്കാനും പറ്റിയതായൊരു സമയമാണ്. ജോലി ചെയ്യുന്നിടത്തൊക്കെ നല്ല പെർഫോമൻസിൻ്റെ ഭാഗമായി ജോലി കയറ്റം കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ പൊതുജന മധ്യത്തിൽ നമുക്ക് കീർത്തി വർദ്ധിക്കാനും നമ്മളെ നാലാൾ ബഹുമാനിക്കാനും സാധ്യതയുള്ള സമയമാണ്. PSC ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല ഉന്മേഷത്തോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റാൻ സാധ്യതയുള്ള സമയമാണ്. ഗവൺമെൻറ് ജോലി കോൺട്രാക്ട് സ്റ്റാഫായിട്ടാണെങ്കിലും കയറാനൊക്കെ പറ്റിയതായൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിൽ നല്ല മികവ് കാണിക്കാൻ പറ്റിയതായൊരു സമയമാണ്. യൂണിഫോം ജോബിലുള്ളവരൊക്കെ പ്രശംസകളും കീർത്തിപത്രങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്.
പൊളിറ്റിക്കലായി വർക്ക് ചെയ്യുന്ന പൊളിറ്റിക്സിലുള്ളതായ ആളുകൾക്ക് അവർ അർഹിക്കുന്നതായ സ്ഥാനമാനങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. ഗൃഹനിർമ്മാണത്തിനോ അല്ലെങ്കിൽ വാഹനം വാങ്ങാനൊക്കെ ഒന്ന് തുടക്കം കുറിക്കാൻ പറ്റിയതായ ഒരു സമയമാണ് ചൊവ്വ 11-ൽ നിൽക്കുമ്പോൾ കന്നിരാശിക്കാർക്ക്. കന്നിരാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് 9-ലാണ്. വർഷം മുഴുവൻ വ്യാഴം നിൽക്കുന്നത് 9-ലാണ്. 9-ൽ ഭാഗ്യസ്ഥാനത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ നല്ല ഫലങ്ങളാണ് കന്നിരാശിക്കാർക്ക് നിൽക്കുക. പല ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനാഗമനങ്ങൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിചാരിച്ചതായ വഴിയിൽ നിന്ന് ധനാഗമനങ്ങൾ ഉണ്ടാവുക, നമുക്ക് വീട് വാങ്ങാൻ പറ്റുക, പ്രോപ്പർട്ടികൾ വാങ്ങാൻ പറ്റുക, സ്വത്ത് സമ്പാദനത്തിന് പറ്റിയതായ സമയമാണ് 9-ലെ വ്യാഴത്തിനെ കൊണ്ട് കന്നിരാശിക്കാർക്ക്. അതുമാതിരി ജോലിയില്ലാതിരുന്നതായ കന്നിരാശിക്കാർക്കൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ടാവുക. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തതായ രീതിയിലുള്ള ഭാഗ്യം കൊണ്ടൊക്കെ, ലക്ക് ഫേവർ കൊണ്ട് ജോലികളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടാവുക. അതുമാതിരി നമ്മൾ വളരെ കാലങ്ങളായിട്ട് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കുക, കല്യാണമൊക്കെ കഴിയാത്തവർക്ക് വളരെ നല്ല ആലോചനകളൊക്കെ വരാനും അത് നടക്കാനും സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് 9-ലെ വ്യാഴം കൊണ്ട് കന്നിരാശിക്കാർക്ക് ഈ വർഷം മുഴുവൻ. അതുമാതിരി തന്നെ പുറത്തൊക്കെ പോകാനും ഉപരിപഠനത്തിന് UK-ലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയറൻസ് കിട്ടാനും അത് പോകാൻ പറ്റാനും നല്ല രീതിയിൽ ചെയ്യാനും പറ്റാൻ സാധ്യതയുള്ളൊരു സമയമാണ് 9-ലെ വ്യാഴം കൊണ്ട് കന്നിരാശിക്കാർക്ക്. അതുമാതിരി തന്നെ കായിക രംഗത്തൊക്കെ ഉള്ളവർക്ക് അവരർഹിക്കുന്നതായ കാര്യങ്ങൾ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 9-ൽ വ്യാഴം നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. പൊതുവെ ബിസിനസ്സിലാണെങ്കിലും നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാക്കാനും പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാനും ഇതെല്ലാം വഴി നല്ല ധനാഗമനമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതായൊരു സമയമാണ് കന്നിരാശിക്കാർക്ക് 9-ലെ വ്യാഴം കൊണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. തുലാം രാശിക്കാരുടെ നവംബർ മാസഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. തുലാം രാശിക്കാർക്ക് നവംബർ മാസത്തിൽ ശുക്രൻ 2-ലും 3-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 2-ലെ ശുക്രനെ കൊണ്ട് തുലാം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകുക. ധനസ്ഥാനമായ 2-ൽ ശുക്രൻ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലങ്ങളായിരിക്കും തുലാം രാശിക്കാർക്ക് ലഭിക്കുക. ധനപരമായ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്രതീക്ഷിതമായ വഴിയിൽ നിന്നെല്ലാം ധനാഗമനം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ജോലിയിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുകയും അതുവഴി ധാരാളം ധനാഗമനം ഉണ്ടാവാൻ സാധ്യതയുള്ളതുമായ ഒരു സമയമാണ്. ലോയർ, അതുമാതിരി വക്കീൽ, അതുമാതിരിയുള്ളതായ ആളുകൾക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും നല്ല അഭിവൃദ്ധി ഉണ്ടാവാനും കീർത്തി ലഭിക്കാനും പറ്റിയതായ സമയമാണ്. ബിസിനസ്സിലൊക്കെ ഉള്ളവർക്ക് പ്രോഫിറ്റ് കൂടാനും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാനും പുതിയ ധനാഗമനം ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. കുടുംബത്തിൽ സ്വരച്ചേർച്ചയും ഐക്യവും ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സൗഖ്യം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് 2-ലെ ശുക്രനെ കൊണ്ട്. പിന്നീട് ശുക്രൻ 3-ലേക്കാണ് മാറുന്നത്. 3-ലെ ശുക്രനെ കൊണ്ടും തുലാം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ഉണ്ടാവുക. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുക, അതുവഴി ഗുണങ്ങളുണ്ടാവുക. ബന്ധുക്കളൊക്കെ സംഗമിക്കുക, അതുവഴി ഗുണങ്ങളുണ്ടാവുക. അതുമാതിരി കീർത്തി ഉണ്ടാവുക. സമൂഹത്തിൽ 4 ആളുടെ ഇടയിൽ നമുക്ക് ബഹുമാനം ഉണ്ടാവുക. ജോലി സ്ഥലത്താണെങ്കിലും മേലധികാരികളുടെ പ്രശംസ പിടിച്ചു പറ്റാൻ പറ്റുക. കോവർക്കേഴ്സുമായിട്ട് നന്നായി സഹകരിച്ച് പോകാൻ പറ്റുക. എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അതിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുക. നമ്മൾ വിചാരിക്കാത്തതായ അപ്രതീക്ഷിതമായ സ്ഥാനങ്ങൾ നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ പൊതുവെ ശാരീരികമായ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് മനസ്സിനൊരു ധൈര്യവും കോൺഫിഡൻസും ഒക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ് ശുക്രൻ 3-ൽ നിൽക്കുമ്പോൾ തുലാം രാശിക്കാർക്ക്. തുലാം രാശിക്കാർക്ക് ചൊവ്വ 10-ലാണ് നിൽക്കുന്നത്. കർമ്മസ്ഥാനത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ, കർമ്മസ്ഥാനമായ 10-ൽ ചൊവ്വ നിൽക്കുമ്പോൾ തുലാം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ചൊവ്വ നവംബർ മാസത്തിൽ നൽകുക. ജോലിപരമായ ഉയർച്ച ഉണ്ടാവാനും ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ജോലി കിട്ടാനും സാധ്യതയുള്ള സമയമാണ്. ഗവൺമെൻറ് ജോലിയിലുള്ളവർക്കൊക്കെ ഇഷ്ട സ്ഥലങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാനും മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റാനും പറ്റിയ സമയമാണ്. ബിസിനസ്സിലൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കൂടാനും വർദ്ധിക്കാനും പുതിയ ധനാഗമന സ്രോതസ്സുകൾ കണ്ടുപിടിക്കാനും അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാനും പറ്റിയൊരു സമയമാണ്. IT പ്രൊഫഷണലുകൾക്ക് നല്ല പാക്കേജോടുകൂടി പുതിയൊരു ജോലി കിട്ടാനും സാധ്യതയുള്ള ഓഫർ ലെറ്ററുകളെല്ലാം കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും 10-ലെ ചൊവ്വയെ കൊണ്ട്.
ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതായ ആളുകൾക്ക് അത് കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഭൂമിയാണ് ചൊവ്വയെ കൊണ്ട് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതുകൊണ്ട് സിവിൽ എഞ്ചിനീയർമാർക്കും അതുമാതിരി റിയൽ എസ്റ്റേറ്റിലൊക്കെ ഉള്ളവർക്ക് വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കാനും ഭൂമിയുടെ ക്രയവിക്രയങ്ങളിലൂടെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജോലികളിലൂടെയോ നല്ല ലാഭം ഉണ്ടാക്കാനും പറ്റിയതൊരു സമയമാണ് 10ലെ ചൊവ്വയെ കൊണ്ട്. അതുമാതിരി തന്നെ യൂണിഫോം ജോബിലുള്ളവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാക്കാനും അവർക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ് 10ലെ ചൊവ്വയെ കൊണ്ട് നവംബർ മാസത്തിൽ തുലാം രാശിക്കാർക്ക്. തുലാം രാശിക്കാർക്ക് നവംബർ മാസത്തിൽ ബുധൻ 2ലാണ് സഞ്ചരിക്കുന്നത്. 2ലെ ബുധനെ കൊണ്ട് തുലാം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. 2ലെ ബുധനെ കൊണ്ട് ധനപരമായ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ബുധൻ 2ൽ നിൽക്കുമ്പോൾ ജോലിയിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. ജോലിയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാവാനും അത് ഫ്രീലാൻസർ ആണെങ്കിലും ഈ പ്രൊഫഷണൽസ് ആണെങ്കിലും അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാനും പറ്റിയതൊരു സമയമാണ്. നമ്മൾ വിചാരിക്കാത്തതായ പല രീതിയിലും ധനാഗമനം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ബിസിനസ് ഉയർത്തിയെടുക്കാൻ പറ്റിയതായൊരു സമയമാണ് ബുധൻ 2ൽ നിൽക്കുമ്പോൾ. അതുമാതിരി സെയിൽസിലൊക്കെ ഉള്ളവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയതായൊരു സമയമാണ്. അവർ സംസാരങ്ങൾ വഴി കൂടുതൽ സെയിൽസ് ഉണ്ടാക്കാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും പറ്റിയൊരു സമയമാണ്. അതുമാതിരി തന്നെ സാഹിത്യ രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയതായൊരു സമയമാണ് ബുധൻ 2ൽ നിൽക്കുമ്പോൾ. വിദ്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഗ്രഹമാണ് ബുധൻ എന്നുള്ളതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല സമയമാണ്. അവർക്ക് ഉപരിപഠനത്തിന് പറ്റിയതായ സമയമാണ്. അതുമാതിരി തന്നെ അവർക്ക് നല്ല കോൺസെൻട്രേഷനോടുകൂടി പഠിക്കാനും പഠിച്ചത് നന്നായി എഴുതി റിസൾട്ട് ഉണ്ടാക്കാനും പറ്റിയതൊരു സമയമാണ്. PSCക്കൊക്കെ പരിശ്രമിക്കുന്നവർക്ക് അതിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയൊരു സമയമായിരിക്കും 2ലെ ബുധനുള്ള സമയത്ത് തുലാം രാശിക്കാർക്ക്. തുലാം രാശിക്കാർക്ക് വ്യാഴം വർഷം മുഴുവൻ അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത്. അഷ്ടമത്തിലെ വ്യാഴത്തിനെ കൊണ്ട് തുലാം രാശിക്കാർക്ക് വളരെ നല്ല മോശം ഫലങ്ങളായിരിക്കും അഷ്ടമ വ്യാഴം കൊണ്ട് തുലാം രാശിക്കാർക്ക് ഉണ്ടാവുക. ധനപരമായ ദുർച്ചെലവുകളും ധനപരമായ നാശങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ശാരീരികമായ ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളതായ ആളുകൾ, ഡയബറ്റീസോ BP ഒക്കെ ഉള്ളവർ, കൊളസ്ട്രോളൊക്കെ ഉള്ളവർ അത് ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ്. അത് മൂർച്ഛിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി രോഗങ്ങളൊക്കെ കാലങ്ങളായിട്ടുള്ളതായ ഒരാൾക്കാരാണെങ്കിൽ അത് മൂർച്ഛിക്കാനും അതിനുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. പ്രൈവറ്റ് ജോലിയൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്, അത് പോവാതിരിക്കാൻ. അതുമാതിരി ഗവൺമെൻറ് ജോലിയിലുള്ളവരൊക്കെ ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടാവാനും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അഷ്ടമത്തിലെ വ്യാഴം കൊണ്ട്. അതുപോലെ തന്നെ പൊതുവെ ഭാഗ്യാനുഭവങ്ങളോ അല്ലെങ്കിൽ ഈശ്വരടാക്ഷമൊക്കെ കുറഞ്ഞ പോലെ തോന്നുന്നതായൊരു സമയമായിരിക്കും തുലാം രാശിക്കാർക്ക് അഷ്ടമത്തിലെ വ്യാഴം കൊണ്ട്. വിദേശത്തൊക്കെ പോകാനും ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നീണ്ടുപോകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വിവാഹാലോചനയൊക്കെ നടക്കുന്നതായ ആളുകൾക്കാണെങ്കിൽ അത് വിചാരിച്ച രീതിയിലോ ആഗ്രഹിച്ച രീതിയിലോ കിട്ടാണ്ട് വരിക, ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. നമ്മുടെ മിത്രങ്ങളൊക്കെ ആയി ചില്ലറ കലഹങ്ങൾ ഉണ്ടാവാനും അതുവഴി മിത്രങ്ങൾ ശത്രുക്കളൊക്കെ ആവാൻ സാധ്യതയുള്ളതായൊരു സമയമായിരിക്കും അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ പൊതുവെ ദുർച്ചെലവുകളും ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുള്ളൊരു സമയമാണ് അഷ്ടമത്തിലെ വ്യാഴം കൊണ്ട്. പക്ഷേങ്കിൽ ഒക്ടോബർ 9 തൊട്ട് വ്യാഴം വക്രത്തിലായതുകൊണ്ട് ഈ പറഞ്ഞ വ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും തൽക്കാലം തുലാം രാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഒക്ടോബർ 9 തൊട്ട് വ്യാഴം വക്രഗതിയിൽ സഞ്ചാരം തുടങ്ങിയിരിക്കുകയാണ്. ഈ വക്രത്തിലെ വ്യാഴം കയറുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അതുമാതിരി ചില്ലറ നല്ല ഫലങ്ങളും വ്യാഴം തരും എന്നുള്ളതാണ് നമ്മൾ പറയാം ഫലമായിട്ട്. ഇപ്പോൾ പ്രശ്നം തൽക്കാലം ഉണ്ടാവില്ല. വ്യാഴത്തിനെ കൊണ്ട് നല്ല ഫലങ്ങളായിരിക്കും തുലാം രാശിക്കാർക്ക് ഉണ്ടാവുക. തുലാം രാശിക്കാർക്ക് നവംബർ മാസത്തിൽ വ്യാഴം ജന്മത്തിലും 2ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ജന്മത്തിലെ വ്യാഴം കൊണ്ട് തുലാം രാശിക്കാർക്ക് വളരെ മോശം ഫലങ്ങളായിരിക്കും കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. അതായത് മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി വീട്ടിലൊക്കെ വഴക്കുകൾ ഉണ്ടാവാനും വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജന്മത്തിലെ സൂര്യനെ കൊണ്ട്. സൂര്യൻ ജന്മത്തിൽ നിൽക്കുമ്പോൾ രോഗങ്ങളൊക്കെ മൂർച്ഛിക്കാനോ അല്ലെങ്കിൽ രോഗങ്ങളുള്ളവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവർ അത് ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്.
അതുമാതിരി അനാവശ്യമായ ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായാലും യാത്രകൾ വേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും. പക്ഷേ റിസൾട്ടൊന്നും വിചാരിച്ച മാതിരി കിട്ടാൻ സാധ്യതയുണ്ടാവില്ല. പൊതുവേ ശാരീരികമായി ശക്തി കുറഞ്ഞു വരുന്നതായിട്ട് തോന്നാം. മാനസികമായും വീക്ക്നെസ് തോന്നാൻ സാധ്യതയുള്ളൊരു സമയമാണ് ജന്മത്തിലെ സൂര്യനെ കൊണ്ട് തുലാം രാശിക്കാർക്ക്. പൊതുവേ ധനപരമായ ദുർച്ചെലവുകൾ ഉണ്ടാവുക, അതുമാതിരി നമ്മുടെ ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നതെല്ലാം ഫലപ്രാപ്തികൾ കാണുക, നമുക്കെതിരെ അപവാദങ്ങൾ പറയുക, അങ്ങനെയുള്ളതായ ചില്ലറ ബുദ്ധിമുട്ടുകളും തിക്താനുഭവങ്ങളും ജന്മത്തിലെ സൂര്യനെ കൊണ്ട് തുലാം രാശിക്കാർക്ക് നവംബർ മാസത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നീട് സൂര്യൻ 2-ലേക്കാണ് വരുന്നത്. 2-ലെ സൂര്യനെ കൊണ്ടും തുലാം രാശിക്കാർക്ക് നവംബർ മാസത്തിൽ ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടാവും. മോശം ഫലങ്ങളാണ് കിട്ടാൻ പോകുന്നത്. ധനസ്ഥാനമായ 2-ൽ സൂര്യൻ വരുമ്പോൾ ധനപരമായ ദുർച്ചെലവുകൾ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് എത്തിപ്പെടേണ്ടതായ കാശുകൾ നമുക്ക് എത്തിപ്പെടാൻ വൈകുക, അല്ലെങ്കിൽ പല രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമായിരിക്കും. നമ്മൾ ചെയ്യുന്നതായ ജോലിയിൽ വിഘ്നങ്ങൾ വരികയും അതിൽ റിസൾട്ട് ഉണ്ടാവാതെ അതുവഴി ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. കടങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വരേണ്ടതായ ഒരു സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 2-ലെ സൂര്യനെ കൊണ്ട് തുലാം രാശിക്കാർക്ക്. അതുമാതിരി നമുക്ക് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നമ്മുടെ സംസാരങ്ങൾ മൂലം കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. മേലധികാരികളായിട്ടാണെങ്കിലും നമുക്ക് തിരിച്ചു പറയാൻ തോന്നുകയും വഴക്കുകളും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വളരെയധികം ക്ഷമയോടെ കാര്യങ്ങളെ നേരിടേണ്ടതായൊരു സമയമാണ് 2-ൽ സൂര്യൻ നിൽക്കുമ്പോൾ. ഇല്ലെങ്കിൽ അത് മോശമായ ഫലങ്ങളും മോശം റിസൾട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇല്ലാത്ത ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു സമയമാണ് സൂര്യൻ 2-ൽ നിൽക്കുമ്പോൾ എന്നാണ് തുലാം രാശിക്കാർക്ക് പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. വൃശ്ചികം രാശിക്കാരുടെ നവംബർ മാസഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് നവംബർ മാസത്തിൽ ചൊവ്വ 9-ലാണ് സഞ്ചരിക്കുന്നത്. 9-ലെ ചൊവ്വയെ കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത് നവംബർ മാസത്തിൽ. ഭാഗ്യസ്ഥാനമായ 9-ൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യത്തിന് മങ്ങലേൽക്കുകയും ഈശ്വര കടാക്ഷം ഇല്ലാതാവുകയും ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ ജോലിയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നതായ കാര്യങ്ങൾ പോരായ്മ വരികയും അവിടെ ബുദ്ധിമുട്ടുണ്ടാകാനും ധനപരമായ ബുദ്ധിമുട്ടുകൾ അതുവഴി ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി ബിസിനസ്സൊക്കെ ചെയ്യുന്നതായ ആളുകൾക്ക് റിസൾട്ട് ഇല്ലാണ്ടിരിക്കുകയും ബിസിനസ്സിൽ പ്രോഫിറ്റുകൾ കിട്ടാണ്ടിരിക്കുകയും സാധ്യതയുള്ളതായൊരു സമയമാണ്. നമ്മൾ ചെയ്യുന്നതായ എന്ത് കാര്യത്തിനും നമുക്ക് ഇറങ്ങാനൊരു മടി തോന്നുക, ഇറങ്ങിത്തിരിക്കുന്നതായ കാര്യങ്ങൾ വിചാരിച്ചതായ റിസൾട്ടും ഇല്ലാണ്ടിരിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പൊതുവെ ഓഫീസിലാണെങ്കിലും വഴക്കുകൾ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ശത്രുക്കൾ വർദ്ധിച്ചു വരാനും ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നത് ഫലപ്രാപ്തിയിലെത്താനും സാധ്യതയുള്ളൊരു സമയമാണ്. കുടുംബത്തിലാണെങ്കിലും അസ്വസ്ഥതകളും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 9-ലെ ചൊവ്വയെ കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക്. പൊതുവെ ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകളും വൃശ്ചികം രാശിക്കാർക്ക് 9-ലെ ചൊവ്വയെ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ സമയങ്ങളാണത്. അതുമാതിരി മാനസികമായും അനാവശ്യമായ കാര്യങ്ങൾ 9-ലെ ചൊവ്വയെ കൊണ്ട് അലട്ടാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക്. വൃശ്ചികം രാശിക്കാർക്ക് സൂര്യൻ 12-ലും ജന്മത്തിലുമായിട്ടാണ് നവംബർ മാസത്തിൽ സഞ്ചരിക്കുന്നത്. 12-ലെ സൂര്യനെ കൊണ്ട് മോശം ഫലങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. സൂര്യൻ 12-ൽ സഞ്ചരിക്കുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് ധനപരമായ ധാരാളം പാഴ്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാതിരി ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രൈവറ്റ് ജോലിയാണെങ്കിലും ധാരാളം ദൂരയാത്രകൾ ചെയ്യേണ്ടി വരികയും സാധ്യതയുള്ളൊരു സമയമാണ്. അനാവശ്യമായ ചെലവുകളും അതുവഴി വരാനും അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. 12-ലെ സൂര്യനെ കൊണ്ട് ശാരീരികമായി ഒരു തളർച്ച തോന്നുകയും മനസ്സിനൊരു തളർച്ച തോന്നാൻ സാധ്യതയുള്ളതായ ഒരു സമയമാണ്. അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. രോഗങ്ങളുള്ളവരായത് ശ്രദ്ധിക്കേണ്ടതായൊരു സമയമാണ് സൂര്യൻ 12-ൽ നിൽക്കുമ്പോൾ വൃശ്ചികം രാശിക്കാർ. പിന്നീട് സൂര്യൻ ജന്മത്തിലാണ് പോകുന്നത്. ജന്മത്തിലെ സൂര്യനെ കൊണ്ടും വൃശ്ചികം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും കിട്ടാൻ സാധ്യത നവംബർ മാസത്തിൽ. മാനസികമായ ക്ലേശങ്ങൾ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളെക്കുറിച്ച് അപവാദ പ്രചരണങ്ങൾ പ്രചരിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്.
അതുപോലെ തന്നെ ഓഫീസ് പൊളിറ്റിക്സൊക്കെ ഉണ്ടാവാനും നമുക്ക് ബുദ്ധിമുട്ടുകൾ കർമ്മസ്ഥാനത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ശാരീരികമായ ഒരു ബുദ്ധിമുട്ടുകൾ കാര്യമായിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ടെന്നുള്ളവരാണെങ്കിൽ അവർക്കത് മൂർച്ഛിക്കാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ചില്ലറ കാര്യങ്ങൾക്കാണെങ്കിലും ഹോസ്പിറ്റൽ വാസം ഉണ്ടാവാനും അതുവഴി ദുർച്ചെലവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് വൃശ്ചികം രാശിക്കാർക്ക് ജന്മത്തിലെ സൂര്യനെ കൊണ്ട് നവംബർ മാസത്തിലെ ഫലം പറയാനുള്ളത്. വൃശ്ചികം രാശിക്കാർക്ക് നവംബർ മാസത്തിൽ ബുധൻ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത്. ജന്മത്തിലെ ബുധനെ കൊണ്ട് മോശം ഫലങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. ബുധൻ ജന്മത്തിൽ നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കെല്ലാം അവരുടെ പഠനത്തിലും കോൺസെൻട്രേഷൻ ഇല്ലാണ്ടാവുകയും അവർക്ക് പഠനത്തിൽ പിന്നോട്ട് പോകാനും സാധ്യതയുള്ളൊരു സമയമാണ്. ജോലിയൊക്കെ ചെയ്യുന്നതായ പ്രൈവറ്റ് ജോലിയൊക്കെ ചെയ്യുന്നവരായൊരു ശ്രദ്ധിക്കേണ്ടതായ സമയമാണ് ജോലി പോവാതിരിക്കാൻ. അതുമാതിരി ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ അത് നീണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. വിവാഹമൊക്കെ അന്വേഷിക്കുന്നതായ ആളുകൾക്ക് അത് നീണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാതിരി തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും മനസ്സിന് അനാവശ്യമായ കാര്യങ്ങൾ അലട്ടാനും സാധ്യതയുള്ള ഒരു സമയമാണ്. ധനപരമായ പാഴ്ചെലവുകളും ജന്മത്തിലെ ബുധനെ കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. വിദേശത്തെല്ലാം പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നതായ വൃശ്ചികം രാശിക്കാർക്ക് അതിനുള്ള ക്ലിയറൻസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നീണ്ടുപോകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അത്ര രസച്ചർച്ച ഇല്ലാതിരിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. കുടുംബത്തിലാണെങ്കിലും പൊതുവെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ജന്മത്തിലെ ബുധനെ കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാവാനുള്ള ഫലങ്ങൾ സാധ്യതയുള്ളതാണ്. വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം സഞ്ചരിക്കുന്നത് കൊല്ലം മുഴുവൻ 7-ലാണ്. 7-ലെ വ്യാഴം കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ഈ കൊല്ലം മുഴുവൻ കിട്ടാൻ സാധ്യതയുള്ളത്. പൊതുവെ വിവാഹമൊക്കെ കഴിയാതിരുന്നതായ വൃശ്ചികം രാശിക്കാർക്ക് ഈ കൊല്ലം വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. അതുമാതിരി ജോലിയൊക്കെ ഇല്ലാതിരുന്നതായ വൃശ്ചികം രാശിക്കാർക്ക് 7-ലെ വ്യാഴം കൊണ്ട് ജോലി കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. അവരത് പ്രയോജനപ്പെടുത്തണം മാക്സിമം. അതുമാതിരി തന്നെ കുടുംബത്തിൽ സുഖമൊക്കെ 7-ലെ വ്യാഴം കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ബന്ധുക്കളെ കൊണ്ട് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവുക, ധനപരമായ ഉയർച്ചയൊക്കെ ഉണ്ടാവുക. അതുമാതിരി തന്നെ സന്താനങ്ങളുടെ വിവാഹം നടക്കാനോ അല്ലെങ്കിൽ സന്താനങ്ങളുടെ വിദ്യാഗുണം ഉണ്ടാവാനും പറ്റിയ സമയമാണ് 7-ലെ വ്യാഴം കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക്. അതുമാതിരി തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചർച്ചയോട് പോകാനും വീടില്ലാത്തവർക്ക് ഒരു വീട് വയ്ക്കാനെന്നുള്ള ആഗ്രഹം സഫലീകരിക്കാനും അതുമാതിരി ഒരു വാഹനങ്ങളില്ലാത്തവർക്ക് വാഹനം വാങ്ങാനുള്ളതൊക്കെ പറ്റിയ സമയമാണ് വൃശ്ചികം രാശിക്കാർക്ക് 7-ലെ വ്യാഴം കൊണ്ട്. അതുമാതിരി തന്നെ ബിസിനസ്സിലൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും പുതിയ ധനസ്രോതസ്സുകൾ കണ്ടെത്താനും അതിൽ നിന്നുമെല്ലാം നല്ല അഭിവൃദ്ധി ഉണ്ടാവാനും പറ്റിയൊരു സമയമാണ് 7-ലെ വ്യാഴം മുഴുവൻ ഈ കൊല്ലം കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴത്തിനെ കൊണ്ട്. വൃശ്ചികം രാശിക്കാർക്ക് ശുക്രൻ ഈ നവംബർ മാസത്തിൽ ജന്മത്തിലും 2-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ജന്മത്തിലെ ശുക്രനെ കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് കിട്ടാൻ പോകുന്നത്. ശുക്രൻ പൊതുവെ സുഖത്തിൻ്റെ ഗൃഹമായതുകൊണ്ട് തന്നെ സുഖപരമായ കാര്യങ്ങൾ, ലോലുപതയുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ സാധ്യതയുണ്ട്. വീട് വാങ്ങാനാണെങ്കിലും വാഹനങ്ങൾ വാങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാൻ കിട്ടാനാണെങ്കിലും പറ്റിയൊരു സമയമാണ്. ഒരു താൽക്കാലിക ജോലിയോ അല്ലെങ്കിൽ നല്ല പെർമനൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ താൽക്കാലികമായ രീതിയിലോ ഗവൺമെൻറ് പരമായ ഗുണങ്ങൾ ഉണ്ടാവാനും ജോലി കിട്ടാനൊക്കെ പറ്റിയൊരു സമയമാണ് ശുക്രൻ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ. കുടുംബത്തിലൊക്കെ നല്ല സുഖവും സൗഖ്യവും ഐക്യമൊക്കെ ജന്മത്തിലെ ശുക്രനെ കൊണ്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. മാനസികമായ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ, ഒരു ഉന്മേഷമൊക്കെ തോന്നാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പൊതുവെ നമ്മൾ അപ്രതീക്ഷിതമായ പല രീതിയിലും ധനപരമായ ഉയർച്ചയും ലാഭവും ഉണ്ടാക്കാൻ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ലാഭങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ജന്മത്തിലെ ശുക്രനെ കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക്. പിന്നീട് ശുക്രൻ മാറുന്നത് 2-ലേക്കാണ്. 2-ലെ ശുക്രനെ കൊണ്ടും വളരെ നല്ല ഫലങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ധനപരമായ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നല്ല പെർഫോമൻസ് ചെയ്യാനും പ്രൊഫഷണലുകൾക്കൊക്കെ നല്ല വരുമാനം ഉണ്ടാക്കാനും പറ്റിയൊരു സമയമാണ്. അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പ്രോഫിറ്റുകളൊക്കെ ഇരട്ടിക്കാനും പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും പറ്റിയതായൊരു സമയമാണ്. അതുമാതിരി തന്നെ ഈ സെയിൽസിലാണെങ്കിലും ലോയർമാരാണെങ്കിലും അങ്ങനെയുള്ളവർക്ക് അവരുടെ കഴിവുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയതായൊരു സമയമാണ്
നമ്മൾ പറയുന്നതൊക്കെ ആൾക്കാരെ അംഗീകരിക്കാനും കീർത്തി ഉണ്ടാവാനും സമൂഹത്തിലൊരു ബഹുമാനമൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. 2 ശുക്രനെ കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ധനുക്കൂറുകാരുടെ നവംബർ മാസത്തിലെ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ധനുക്കൂറുകാർക്ക് ചൊവ്വ 8-ലൂടെയാണ് സഞ്ചരിക്കുന്നത്. 8-ലെ ചൊവ്വയെ കൊണ്ട് ധനുക്കൂറുകാർക്ക് മോശം ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ശാരീരികമായ ബുദ്ധിമുട്ടുകളെല്ലാം 8-ലെ ചൊവ്വയെ കൊണ്ട് ധനുക്കൂറുകാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുമാതിരി തന്നെ മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാവാനും കുടുംബത്തിലാണെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാവാനും 8-ലെ ചൊവ്വയെ കൊണ്ട് സാധ്യതയുള്ള സമയമാണ്. ഭൂമിയിലൊക്കെ പണിയെടുക്കുന്നവർ, കൃഷിക്കാർക്കൊക്കെ മോശം ഇഫക്റ്റായിരിക്കും 8-ലെ ചൊവ്വയെ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. നമ്മളെന്ത് കാര്യത്തിന് ഇറങ്ങിയാലും വിഘ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് 8-ലെ ചൊവ്വയെ കൊണ്ട്. അതുമാതിരി ഇരുചക്ര വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ സൂക്ഷിക്കേണ്ടതായ സമയമാണ്. തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭൂമിപരമായ വ്യവഹാരങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് പരാജയപ്പെടാനോ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനോ നോട്ടീസ് വരാനോ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാതിരി തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുള്ളവരാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചികിത്സ തേടേണ്ടതായ സമയമാണ്. അതുമാതിരി തന്നെ കടബാധ്യതകൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരാനോ EMI ഒക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നതായൊരു സമയമായിരിക്കും 8-ലെ ചൊവ്വയെ കൊണ്ട് ധനുരാശിക്കാർക്ക് പറയാനുള്ളത്. ധനുരാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 11-ലും 12-ലും ആയിട്ടാണ്. നവംബർ 16 വരെ 11-ലും ശേഷം 12-ലേക്കുമാണ് സൂര്യൻ പോകുന്നത്. 11-ലെ സൂര്യനെ കൊണ്ട് ധനുരാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ഉണ്ടാവുന്നത്. ആഗ്രഹങ്ങളിൽ സാധിക്കുന്നതായ സ്ഥാനമായ 11-ൽ നിൽക്കുമ്പോൾ സൂര്യൻ വളരെ നല്ല ഫലങ്ങൾ തരും. ധനപരമായ ഉയർച്ച ഉണ്ടാവും. അതുമാതിരി തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തതായ പല രീതിയിലും ധനാഗമനം ഉണ്ടാവും. പുതിയ ധനസ്രോതസ്സുകൾ കണ്ടെത്താനും അതിൽ നിന്ന് നല്ല റിസൾട്ട് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സമയമായിരിക്കും. ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് അത് കിട്ടാൻ സാധ്യതയുള്ള സമയമായിരിക്കും. വളരെ കാലങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. അതൊരു വിവാഹമാവാം. പ്രേമിച്ച് നടക്കുന്നവരൊക്കെ അമിതാക്കളൊക്കെ ആണെങ്കിൽ അതൊരു വിവാഹത്തിലേക്ക് കലാശിക്കുന്ന ഒരു കാര്യമാവാം. അതുമാതിരി തന്നെ വീട് വയ്ക്കാനൊക്കെ ഒരു തുടക്കടാനോ അതിനൊക്കെ പറ്റിയതായൊരു സമയമാണ്. പൊതുവേ ധനപരമായ ഉയർച്ച ഉണ്ടാവും. അതുവഴി മാനസികവും ശാരീരികവുമായ സുഖവും സന്തോഷമൊക്കെ സൂര്യനെ കൊണ്ടുണ്ടാവും. ശരീരത്തിനൊക്കെ ഒരു ശക്തി കിട്ടുകയും ഒരു ധൈര്യമൊക്കെ തോന്നുന്ന ഒരു സമയമായിരിക്കും 11-ലെ സൂര്യനെ കൊണ്ട്. ശേഷം സൂര്യൻ നവംബർ 16-ന് ശേഷം ധനുരാശിക്കാർക്ക് സൂര്യൻ 12-ലേക്കാണ് മാറുന്നത്. 12-ലെ സൂര്യനെ കൊണ്ട് കുറച്ച് തിക്താനുഭവങ്ങളായിരിക്കും ധനുരാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. കാര്യവിഘ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളെന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും അതിലൊരു വിഘ്നങ്ങൾ ഉണ്ടാവാനും അത് നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാണ്ടിരിക്കാനും സാധ്യതയാണ്. പൊതുവെ ഒരു തളർച്ചയൊക്കെ തോന്നുകയും പെർഫോമൻസൊക്കെ പൊതുവെ ജോലിയിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും മോശമാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ബിസിനസ്സിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് വിചാരിച്ച രീതിയിൽ ആൾക്കാർക്ക് പ്രൊഡക്ട്സ് കൊടുക്കാൻ പറ്റാണ്ട് വരികയും അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും വിചാരിച്ച രീതിയിൽ പ്രോഫിറ്റും കിട്ടാണ്ട് വരുന്നതായ സമയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ഗവൺമെൻറ് ജോലിയിലൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ കിട്ടാനോ അതിനൊക്കെ ഇനീഷ്യേഷൻ തുടങ്ങാൻ സാധ്യതയുള്ളതായൊരു സമയമാണ്. അതുമാതിരി മനക്ലേശങ്ങളും മനസ്സിന് അനാവശ്യമായ കാര്യങ്ങൾ അലട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ശത്രുക്കളുടെ ശല്യമൊക്കെ വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട് 12-ൽ സൂര്യൻ നിൽക്കുന്നതായ സമയത്ത്. അതുമാതിരി അനാവശ്യമായ ഇപ്പോൾ ജോലി സംബന്ധമായ യാത്രകൾ ചെയ്യേണ്ടി വരിക, അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവാണ്ടിരിക്കുക. പൊതുവേ നമുക്കൊരു ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ ഒക്കെ 12-ലെ സൂര്യനെ കൊണ്ട് ധനുരാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ധനുരാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 12-ലാണ് നവംബർ മാസത്തിൽ. 12-ലെ ബുധനെ കൊണ്ട് ധനുരാശിക്കാർക്ക് മോശം ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. അനാവശ്യമായ പാഴ്ചെലവുകൾ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശാരീരികവും മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാവാനും അതുവഴി അനാവശ്യമായ ഹോസ്പിറ്റൽ വാസവും അതുവഴി അനാവശ്യമായ ധനച്ചെലവുകളും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യയിൽ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് വരുവഴിയും അവർക്ക് റിസൾട്ടൊന്നും കിട്ടാൻ ബുദ്ധിമുട്ട് കാണിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അത് നീണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. വിവാഹമൊക്കെ ആലോചിക്കുന്നവരുണ്ടെങ്കിൽ വിചാരിച്ചതായ ആലോചനകൾ വരാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആലോചനകൾ വരാനും സാധ്യതയുള്ളൊരു സമയമാണ്.
മനസ്സിന് പൊതുവെ അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി തന്നെ ജോലിയിലുള്ളവർക്ക് വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റാണ്ട് വരികയും മേലധികാരികളിൽ നിന്ന് വഴക്ക് കേൾക്കേണ്ടി വരുന്നതായ സമയങ്ങളുമാണ് 12-ലെ ബുധനെ കൊണ്ട്. ധനുരാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് 6-ലാണ്. ഈ കൊല്ലം മുഴുവൻ, വർഷം മുഴുവൻ 6-ലാണ് വ്യാഴമുള്ളത്. 6-ലെ വ്യാഴം കൊണ്ട് മോശം ഫലങ്ങളാണ് ധനുരാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. 6-ൽ വ്യാഴം നിൽക്കുന്ന ഈ കൊല്ലം മുഴുവൻ പൊതുവേ മോശം ഫലങ്ങളായിരിക്കും. അതായത് ശത്രുശല്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ചിലപ്പോൾ രോഗങ്ങളുള്ളവരായ ആളുകളാണെങ്കിൽ അത് മൂർച്ഛിക്കാനും അതുകൊണ്ട് വഴി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ഇല്ലാത്ത ചില രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. മാനസികമായ ബുദ്ധിമുട്ടുകളും മനോവിഷമങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ധനപരമായ വരവുകൾ കുറയാനും ജോലിയിൽ നിന്ന് വിചാരിച്ച രീതിയിൽ പൈസ കിട്ടാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു സമയമായിരിക്കും. പ്രൈവറ്റ് ജോലിയിലൊക്കെ ഉള്ളവർ ജോലി പോകാതെ നോക്കേണ്ടതായൊരു സമയമാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തടസ്സങ്ങൾ ഉണ്ടാവാനും വിചാരിച്ച രീതിയിൽ പോകാനും പറ്റാതിരിക്കുന്നൊരു സമയമായിരിക്കും. ഇപ്പോൾ ഈ ഉപരിപഠനത്തിന് UK-ലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനൊന്നും ക്ലിയറൻസ് കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ വരുന്നതായ സമയങ്ങളായിരിക്കും. അനാവശ്യമായ യാത്രകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് യാത്രാക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. നമുക്കെതിരെ അപവാദ പ്രചരണങ്ങളൊക്കെ ഉണ്ടാവാനും അതുവഴി നമുക്ക് മാനസികമായും വിഷമങ്ങളും നമുക്കും നമ്മുടെ കുടുംബത്തിനും മനോവിഷമങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ധനം പൊതുവെ ചിലവാക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് 6-ലെ വ്യാഴം കൊണ്ട്. പക്ഷേ ഇപ്പോൾ വ്യാഴം വക്രഗതിയിൽ സഞ്ചാരം തുടങ്ങിയിരിക്കുകയാണ് ഒക്ടോബർ 9-ന് ശേഷം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മോശം ഫലങ്ങളൊന്നും അത്ര കാര്യമായിട്ട് ധനുരാശിക്കാരെ ബാധിക്കില്ല എന്ന് മാത്രമല്ല, വ്യാഴത്തിനെ കൊണ്ട് ചില്ലറ ഗുണങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ധനുരാശിക്കാർക്ക് ശുക്രൻ 12-ലും ജന്മത്തിലുമായിട്ടാണ് നവംബർ മാസത്തിൽ സഞ്ചരിക്കുന്നത്. നവംബർ 6 വരെ 12-ലും ശേഷം ജന്മത്തിലേക്കുമാണ് ശുക്രൻ രാശി മാറുന്നത്. 12-ലെ ശുക്രനെ കൊണ്ട് ധനുരാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് കിട്ടാൻ പോകുന്നത്. ധനപരമായ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് 12-ലെ ശുക്രനെ കൊണ്ട് ധനുരാശിക്കാർക്ക്. അതുപോലെ നമ്മൾ എന്ത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ ഒരു മനസ്സുണ്ടാവുകയും ഇറങ്ങിത്തിരിക്കുന്ന കാര്യത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ്. വീടും വാഹനമൊക്കെ വാങ്ങാനോ അല്ലെങ്കിൽ അതൊക്കെ അനുഭവിക്കാൻ കിട്ടാനോ സാധ്യതയുള്ള ഒരു സമയമാണ് 12-ൽ ശുക്രൻ നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ ഭാര്യാസുഖം അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃസുഖങ്ങളൊക്കെ ലഭിക്കാൻ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് ശുക്രൻ 12-ൽ നിൽക്കുമ്പോൾ. ശേഷം ശുക്രൻ പോകുന്നത് ജന്മത്തിലേക്കാണ്. ജന്മത്തിലെ ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് ധനുരാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. മാനസികമായ പൊതുവെ സന്തോഷമുള്ള കാര്യങ്ങൾ കേൾക്കാനും അനുഭവിക്കാനും പറ്റുന്ന ഒരു സമയമായിരിക്കും. എന്ത് കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും തടസ്സങ്ങളൊക്കെ മാറുകയും കാര്യങ്ങളൊക്കെ നല്ല റിസൾട്ടോടുകൂടി വിജയിക്കാൻ പറ്റുന്ന സമയങ്ങളാണ്. ധനപരമായ നല്ല ഉയർച്ച ഉണ്ടാവുകയും അതുവഴി മാനസിക സന്തോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ജോലിയിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാനും പറ്റിയതായ സമയമാണ്. ശുക്രൻ പൊതുവെ സുഖലോലുപതയുടെ ഗ്രഹമായതുകൊണ്ട് തന്നെ സുഖപരമായ കാര്യങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ പറ്റുന്ന സമയമായിരിക്കും പൊതുവെ നവംബർ മാസത്തിൽ ധനുരാശിക്കാർക്ക് ശുക്രനെ കൊണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. മകരം രാശിക്കാരുടെ നവംബർ മാസത്തിലെ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. മകരം രാശിക്കാർക്ക് നവംബറിൽ ചൊവ്വ 7-ലാണ് സഞ്ചരിക്കുന്നത്. 7-ലെ ചൊവ്വയെ കൊണ്ട് മോശം ഫലങ്ങളാണ് മകരം രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഭൂമി സംബന്ധമായ കാര്യങ്ങളാണ് മെയിനായിട്ട് ചൊവ്വയെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഭൂമി സംബന്ധമായ വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നവർ സൂക്ഷിക്കേണ്ടതായ സമയമാണ്. അതിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുമാതിരി ഭൂമിപരമായ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ സൂക്ഷിക്കേണ്ടതായ സമയമാണ്. ബിൽഡേഴ്സും കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഉള്ളവർ സൂക്ഷിക്കേണ്ടതായ സമയങ്ങളാണ്. അതുപോലെ തന്നെ 7-ലെ ചൊവ്വയെ കൊണ്ട് മകരം രാശിക്കാർക്ക് വിവാഹമൊക്കെ അന്വേഷിക്കുന്നവർക്ക് അത് നീണ്ടുപോകാനും അതിൽ ബുദ്ധിമുട്ടുണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ചകളില്ലാണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. രോഗങ്ങളൊക്കെ ഉള്ളതായ ആളുകൾക്ക് അത് മൂർച്ഛിക്കാനും അതുവഴി ഹോസ്പിറ്റൽ വാസമൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ്.
അതുമാതിരി തന്നെ ചില രോഗങ്ങളൊക്കെ അനാവശ്യമായി വന്ന് പിടിപെടാനും സാധ്യതയുള്ളതായൊരു സമയമാണ് ഏഴിലെ ചൊവ്വയെ കൊണ്ട് മകരം രാശിക്കാർക്ക്. സന്താനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ, അരിഷ്ടതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരുടെ വിദ്യാഭ്യാസപരമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂട്ടുകാരെ കൊണ്ടൊക്കെ ഉണ്ടാവാവുന്ന നമ്മുടെ കൂട്ടുകാരെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. അവർ വഴി എന്തെങ്കിലും ചീറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ളത് ഉണ്ടാവാൻ സാധ്യതയുള്ളതായൊരു സമയമാണ് ഏഴിലെ ചൊവ്വയെ കൊണ്ട്. ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണ് പണമിടപാടുകളും കാര്യങ്ങളും, ഇല്ലെങ്കിൽ നഷ്ടം വരാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഏഴിലെ ചൊവ്വയെ കൊണ്ട് മകരം രാശിക്കാർക്ക്. മകരം രാശിക്കാർക്ക് സൂര്യൻ 10ലും 11ലുമായിട്ടാണ് നവംബറിൽ നിൽക്കുന്നത്. 10ലെ സൂര്യനെ കൊണ്ട് മകരം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് കിട്ടാൻ പോകുന്നത്. കർമ്മസ്ഥാനമായ 10ൽ സൂര്യൻ നിൽക്കുമ്പോൾ കർമ്മത്തിൽ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി തന്നെ ജോലിയിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും നല്ല പ്രശംസ പിടിച്ചു പറ്റാനും പറ്റിയ സമയമാണ്. രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളവർക്ക് അവർക്ക് കിട്ടേണ്ടതായ സ്ഥാനമാനങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാതിരി തന്നെ കലാകായിക രംഗത്തൊക്കെ ഉള്ളവർക്ക് അവർക്ക് തക്കതായ സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ജോലി അന്വേഷിച്ച് നടക്കുന്നതായ ആളുകൾക്ക് അത് കിട്ടാനോ അതില്ലെങ്കിൽ അതിനൊരു ഇനീഷ്യേഷനോ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ബിസിനസ്സൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല രീതിയിൽ അത് ചെയ്യാനും പറ്റുന്നതായൊരു സമയമാണ് 10ലെ സൂര്യനെ കൊണ്ട് മകരം രാശിക്കാർക്ക്. പൊതുവെ കർമ്മരംഗത്ത് സൂര്യൻ 10ൽ നിൽക്കുമ്പോൾ മകരം രാശിക്കാർക്ക് വളരെ നല്ല എഫക്റ്റ് ഉണ്ടാവും, വളരെ നല്ല ഫലങ്ങൾ കിട്ടും. ജോലിയിലും ഉയർച്ചയുണ്ടാവും. അതുവഴി ധനപരമായ ഉയർച്ചയും കുടുംബത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും സ്വരച്ചർച്ചയൊക്കെ ഉണ്ടാവും. പൊതുവെ നമ്മൾ പറയുന്ന വാക്കിനൊരു വിലയും നമ്മൾ സമൂഹത്തിൽ നാലാളുടെ അറിയുന്ന രീതിയിൽ ഒരു കീർത്തിയും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് 10ലെ സൂര്യനെ കൊണ്ട് മകരം രാശിക്കാർ. പിന്നീട് സൂര്യൻ പോകുന്നത് ആഗ്രഹ സഫലീകരണത്തിൻ്റെ സ്ഥാനമായ 11ലാണ്. 11ൽ സൂര്യൻ നിൽക്കുമ്പോഴും വളരെ നല്ല ഫലങ്ങളാണ് മകരം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത്. വളരെ കാര്യങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അത് ചിലപ്പോൾ ഒരു ബൈക്ക് വാങ്ങലോ ഒരു കാർ വാങ്ങലോ ഒക്കെ ആയിരിക്കാം. അതുമാതിരി തന്നെ ധനപരമായ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുകയും ഈ മുന്നിട്ടിറങ്ങുന്നതായ കാര്യങ്ങളിൽ വിജയം കണ്ടെത്താൻ കഴിയുകയും പറ്റുന്നതായൊരു സമയമാണ് മകരം രാശിക്കാർക്ക് സൂര്യൻ 11ൽ നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ ജോലിയിലൊക്കെ നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാവാൻ, ഒരു പ്രമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഗവൺമെൻറ് ജോലിയിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാറ്റങ്ങൾ കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സമയമാണ് മകരം രാശിക്കാർക്ക് സൂര്യൻ 11ൽ നിൽക്കുമ്പോൾ. മകരം രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 11ലാണ്. 11ലെ ബുധനെ കൊണ്ട് മകരം രാശിക്കാർക്ക് വളരെ നല്ല ഫലമാണ് നവംബർ മാസത്തിൽ കിട്ടാൻ പോകുന്നത്. ആഗ്രഹ സഫലീകരണത്തിൻ്റെ സ്ഥാനമായ 11ൽ ബുധൻ നിൽക്കുമ്പോൾ വളരെ നല്ല കാലങ്ങളായിട്ട് ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നടന്നു കിട്ടാൻ സാധ്യതയുണ്ട്. സൂര്യനും ബുധനും 11ൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലങ്ങളാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും വാഹനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ ഏതോ ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് അത് കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി തന്നെ എന്തെങ്കിലും വീട് വാങ്ങാനോ വെക്കാനോ ഒക്കെ ആഗ്രഹിച്ചിരുന്നവരാണെങ്കിൽ അതിനൊക്കെ ഒരു തുടക്കം കുറിക്കാൻ പറ്റിയൊരു സമയമാണ്. അതുമാതിരി കലാകായിക രംഗത്തുള്ളവർക്ക് 11ലെ ബുധനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളുണ്ടാവും. അവർക്ക് അംഗീകാരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. മാനസികമായൊരു സുഖവും സന്തോഷമൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളൊരു സമയമാണ് ബുധനെ കൊണ്ട്. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതായ ആളുകൾക്ക് അത് വളരെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും അത് ജോലി നേടിയെടുക്കാനും കഴിയുന്ന ഒരു സമയമാണ് 11ലെ ബുധനെ കൊണ്ട്. വിദേശത്ത് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും അതുമാതിരി തന്നെ ആ ജോലി കിട്ടാനും അത് നല്ല രീതിയിൽ ചെയ്യാനും പറ്റിയൊരു സമയമാണ് 11ലെ ബുധനെ കൊണ്ട് മകരം രാശിക്കാർക്ക്. ബുധൻ വിദ്യാർത്ഥിയുടെ ഗ്രഹമായതുകൊണ്ട് തന്നെ 11ൽ ബുധൻ നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കാനും മത്സര പരീക്ഷകൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ പരിശ്രമിച്ച് അവർക്ക് വിജയം കണ്ടെത്താനും PSC ഒക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും പറ്റിയതായൊരു സമയമാണ്. നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയതായൊരു സമയമാണ് 11ലെ ബുധനെ കൊണ്ട് മകരം രാശിക്കാർക്ക് പൊതുവെ. മകരം രാശിക്കാർക്ക് വ്യാഴം 5ലാണ് നിൽക്കുന്നത്. 5ലെ വ്യാഴത്തിനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളാണ് മകരം രാശിക്കാർക്ക് ഈ കൊല്ലം മുഴുവൻ ഉണ്ടാവാൻ പോകുന്നത്. കൊല്ലം മുഴുവൻ വ്യാഴം 5ലാണ്. 5ലെ വ്യാഴത്തിനെ കൊണ്ട് നല്ല ഫലങ്ങളാണ് മകരം രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്.
അഞ്ച് എന്ന് പറയുന്ന സ്ഥാനം സന്താനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സ്ഥാനമായതുകൊണ്ട് തന്നെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കല്യാണം അല്ലെങ്കിൽ അവർ വഴി ധനാഗമനത്തിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. അവർ വഴി സന്തോഷം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ബുദ്ധിപരമായി നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ല ബുദ്ധി നല്ല സമയത്ത് തോന്നാനും അത് പ്രവർത്തിക്കാനും അതുവഴി നല്ല റിസൾട്ട് ഉണ്ടാവാനും പറ്റിയൊരു സമയമാണ് 5-ൽ വ്യാഴം നിൽക്കുമ്പോൾ. ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നതായ ആളുകൾക്ക് ജോലി കിട്ടാനും, ഗവൺമെൻറ് ജോലിയൊക്കെ തപ്പി നടക്കുന്നവരാണെങ്കിൽ ജോലി കിട്ടാനും, അത് താൽക്കാലികമാണെങ്കിൽ താൽക്കാലികം അതാണെങ്കിലും കിട്ടാനും സാധ്യതയുള്ള ഒരു സമയമാണ്. പരീക്ഷയിലൊക്കെ ഉയർന്ന വിജയം കിട്ടാൻ പറ്റിയതായൊരു സമയമാണ് 5-ലെ വ്യാഴം കൊണ്ട് മകരം രാശിക്കാർക്ക്. അതുമാതിരി തന്നെ വിദേശത്തൊക്കെ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നതായ മകരം രാശിക്കാർക്ക് 5-ലെ വ്യാഴം കൊണ്ട് പുറത്തൊക്കെ പോകാനും പഠിക്കാനും അതിന് വേണ്ട ക്ലിയറൻസൊക്കെ കിട്ടാനും പറ്റിയതായൊരു സമയമാണ്. പൊതുവേ നമ്മൾ അപ്രതീക്ഷിതമായ പല രീതികളിലൂടെയും പല വഴികളിലൂടെയും നമുക്ക് ധനം കിട്ടാനും അതുവഴി നമുക്കതിൻ്റെ സുഖവും സന്തോഷമൊക്കെ അനുഭവിക്കാൻ പറ്റിയൊരു സമയമാണ് 5-ലെ വ്യാഴം കൊണ്ട് മകരം രാശിക്കാർക്ക്. മകരം രാശിക്കാർക്ക് അതുമാതിരി തന്നെ ഈ സമയത്ത് 5-ലെ വ്യാഴം കൊണ്ട് കുടുംബത്തിൽ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടാവാനും പറ്റിയ സമയമാണ്. ബന്ധുസംഗമങ്ങളൊക്കെ ഉണ്ടാവാനും അതുവഴി ഗുണങ്ങൾ ഉണ്ടാവാനും ഉയർച്ച ഉണ്ടാവാനൊക്കെ പറ്റിയ സമയമാണ് 5-ലെ വ്യാഴം കൊണ്ട് മകരം രാശിക്കാർക്ക്. പൊതുവേ വളരെ നല്ല ഫലങ്ങളാണ് 5-ലെ വ്യാഴം മകരം രാശിക്കാർക്ക് കൊടുക്കാൻ പോകുന്നു കൊല്ലം മുഴുവൻ. മകരം രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് 11-ലും 12-ലുമായിട്ടാണ് നവംബർ മാസത്തിൽ. നവംബർ മാസത്തിൽ 11-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളാണ് മകരം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ധനപരമായ ഉയർച്ച ഉണ്ടാവാനും അതുമാതിരി എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാനുള്ളൊരു മനസ്സുണ്ടാവാനും ഇറങ്ങിത്തിരിക്കുന്ന കാര്യത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാനും പറ്റിയൊരു സമയമാണ്. ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാവാനും അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതായൊരു സമയമാണ്. ശുക്രൻ സുഖത്തിൻ്റെ ഗ്രഹമായതുകൊണ്ട് തന്നെ സുഖലോലുപതയുടെ കാര്യങ്ങളായ അതായത് എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാനും അത് ഉപയോഗിക്കാനും പറ്റുന്നതായൊരു സമയമായിരിക്കും. അല്ലെങ്കിൽ അത് സമ്മാനമായിട്ട് കിട്ടാനും അത് ഉപയോഗിക്കാനും അതിൽ നിന്ന് സുഖഭോഗങ്ങൾ ഉണ്ടാവാനും പറ്റുന്ന സമയമാണ് ശുക്രൻ 11-ൽ നിൽക്കുന്നതായ സമയം എന്ന് പറയുന്നത്. പൊതുവെ നമ്മുടെ സുഹൃത്തുക്കളെ കൊണ്ടും നമ്മുടെ ബന്ധുക്കളെ കൊണ്ടും നമുക്ക് ഗുണം ഉണ്ടാകുന്ന സമയമാണ് 11-ലെ ശുക്രനെ കൊണ്ട്. അതുകൊണ്ട് തന്നെ ശാരീരികമായ മാനസികമായ സുഖവും സന്തോഷങ്ങളും ഉണ്ടാകുന്ന ഒരു കാലയളവായിരിക്കും 11-ലെ ശുക്രനെ കൊണ്ട് മകരം രാശിക്കാർക്ക്. പിന്നീട് ശുക്രൻ പോകുന്നത് 12-ലാണ്. 12-ലെ ശുക്രനും വളരെ നല്ല ഫലങ്ങളാണ് കിട്ടുക. ലോണൊക്കെ ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കാൻ പറ്റുന്ന സമയമായിരിക്കും. അതുമാതിരി എന്തെങ്കിലുമൊക്കെ ധനപരമായ ഞെരുക്കങ്ങൾ ഫീൽ ചെയ്തുള്ളവരാണെങ്കിൽ അതൊക്കെ മാറിപ്പോകാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. വാഹനങ്ങളോ വീടോ ഒക്കെ വാങ്ങാനൊരു ഇനീഷ്യേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ് 12-ലെ ശുക്രനെ കൊണ്ട്. അതുമാതിരി കലാകായിക രംഗത്തുള്ളവർക്കൊക്കെ നല്ല അവർക്ക് അർഹിക്കുന്നതായ സ്ഥാനമാനങ്ങളും ഇതൊക്കെ കിട്ടാൻ സാധ്യതയുള്ള അംഗീകാരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 12-ലെ ശുക്രനെ കൊണ്ട് മകരം രാശിക്കാർക്ക്. പൊതുവേ നല്ല ഫലങ്ങളാണ് ശുക്രൻ നവംബർ മാസത്തിൽ മകരം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. കുംഭം രാശിക്കാരുടെ നവംബർ മാസത്തിലെ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. കുംഭം രാശിക്കാർക്ക് നവംബർ മാസത്തിൽ ശുക്രൻ 10-ലും 11-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 10-ലും 11-ലും സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്ത ഫലങ്ങളാണ് കുംഭം രാശിക്കാർക്ക് ശുക്രൻ നൽകുന്നത്. 10-ലെ ശുക്രനെ കൊണ്ട് കുംഭം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ശുക്രൻ പൊതുവെ സുഖത്തിൻ്റെ ഗ്രഹമായതുകൊണ്ട് തന്നെ 10-ൽ സഞ്ചരിക്കുമ്പോൾ സുഖലോലുപതയ്ക്കെല്ലാം കുറവ് വരാൻ സാധ്യതയുണ്ട്. കർമ്മസ്ഥാനമായ 10-ൽ ശുക്രൻ സഞ്ചരിക്കുന്ന സമയത്ത് ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മേലധികാരികളൊക്കെ ആയിട്ട് വഴക്കുകളും തിരിച്ചു പറയാൻ തോന്നാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. സഹപ്രവർത്തകരുമായിട്ട് ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടാവാനും അവരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും സാധ്യതയുള്ള സമയമാണ്. ശത്രുക്കൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്നതൊക്കെ ഫലപ്രാപ്തി കാണാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാതിരി തന്നെ നമുക്ക് ആഗ്രഹം വാങ്ങിക്കണം എന്ന് വിചാരിച്ച് ആഗ്രഹിച്ചിരുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ള സമയമാണ്. ശുക്രൻ 10-ൽ നിൽക്കുന്നതായ സമയത്ത് പൊതുവേ
കുംഭം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും സാധ്യത ഉണ്ടാവുക. പ്രത്യേകിച്ച് കർമ്മരംഗത്താണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. കർമ്മപരമായ ബുദ്ധിമുട്ടുകൾ, ജോലി ചെയ്യുന്നതൊന്നും പെർഫോമൻസ് മോശമായിട്ട് അതുവഴി ധനപരമായ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. സ്വാഭാവികമായും കുടുംബത്തിലും ഇതിലും ടെൻഷനും സാധ്യത, പിരിമുറുക്കങ്ങളും കുടുംബത്തിലും അസ്വാരസ്യങ്ങളും ഉണ്ടാവാൻ 10-ലെ ശുക്രനെ കൊണ്ട് സാധ്യതയുണ്ട്. ശേഷം ശുക്രൻ പോകുന്നത് 11-ലേക്കാണ്. 11-ലെ ശുക്രനെ കൊണ്ട് നല്ല ഫലങ്ങളാണ് കുംഭം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ശുക്രൻ 11-ൽ വരുമ്പോൾ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന സ്ഥാനമായ 11-ലേക്ക് ശുക്രൻ വരുമ്പോൾ നമ്മൾ ദീർഘകാലമായി ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാൻ, എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വാഹനം വാങ്ങാനോ വീട് വാങ്ങാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ തുടക്കം കുറിക്കാൻ പറ്റിയൊരു സമയമാണ്. ധനപരമായ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി ബിസിനസ്സിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റാനും സാധ്യതയുള്ള സമയമാണ്. ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. ഭാഗ്യകടാക്ഷം ഉണ്ടാവാനും നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ രീതിയിൽ ധനവരവൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ളതായൊരു സമയമാണ് 11-ലെ ശുക്രനെ കൊണ്ട് കുംഭം രാശിക്കാർക്ക്. പൊതുവെ മനസ്സിന് സുഖവും സന്തോഷവും ഉണ്ടാവാനും വളരെ നല്ല സമയമാണ് 11-ലെ ശുക്രനെ കൊണ്ട് കുംഭം രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. കുംഭം രാശിക്കാർക്ക് സൂര്യൻ നവംബർ മാസത്തിൽ 9-ലും 10-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 9-ലെ സൂര്യനെ കൊണ്ട് കുംഭം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഭാഗ്യസ്ഥാനമായ 9-ൽ സൂര്യൻ നിൽക്കുന്നതായ സമയത്ത് ദൈവാനുഗ്രഹവും ഭാഗ്യമൊക്കെ കുറയുന്നതായ ഫീൽ ഉണ്ടാവും. അതുമാതിരി തന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും പല തടസ്സങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 2-3 വട്ടമൊക്കെ ചെയ്യുമ്പോഴേ കാര്യങ്ങൾ ശരിയാവാൻ സാധ്യതയുള്ളൂ. അതുമാതിരി തന്നെ നമ്മൾ അനാവശ്യമായ യാത്രകൾ ഉണ്ടാവാനും അതുമാതിരി യാത്രാക്ലേശങ്ങളിലേക്ക് അത് നീങ്ങാനും സാധ്യതയുള്ളൊരു സമയമാണ്. അലച്ചിലുകളും അതുമാതിരി മനോവിഷമങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതായൊരു സമയമാണ് സൂര്യൻ 9-ൽ നിൽക്കുമ്പോൾ കുംഭം രാശിക്കാർക്ക്. പൊതുവേ ശരീരത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നതുമാതിരിയും ഒരു ഉൾഭയം വരാനും സാധ്യതയുള്ള ഒരു സമയമാണ് 9-ലെ സൂര്യനെ കൊണ്ട് കുംഭം രാശിക്കാർക്ക്. കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങാൻ ഒരു വിമുഖത കാണിക്കാൻ ആളുകൾ സാധ്യതയുണ്ട് കുംഭം രാശിക്കാർ ഈ 9-ൽ സൂര്യൻ നിൽക്കുമ്പോൾ. അതിനുശേഷം സൂര്യൻ 10-ലേക്കാണ് വരുന്നത്. കർമ്മസ്ഥാനത്തിൽ സൂര്യൻ വരുമ്പോൾ വളരെ നല്ല ഫലങ്ങളായിരിക്കും കിട്ടുക. കർമ്മസ്ഥാനത്ത് നല്ല പുഷ്ടി ഉണ്ടാവും, ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും, കാര്യങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങാനുള്ള ധൈര്യം വരും, ഇറങ്ങുന്ന കാര്യങ്ങളിലൊക്കെ കാര്യവിജയങ്ങളുണ്ടാവും, ബിസിനസ്സിലൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടാവും, ധനപരമായ ഉയർച്ച ഉണ്ടാവും. അതുവഴി തന്നെ സമൂഹത്തിൽ ബഹുമാനവും കീർത്തി ഉണ്ടാവും, വീട്ടിൽ സ്വാരസ്യങ്ങളുണ്ടാവും, സുഖവും സന്തോഷവും ഉണ്ടാവും. പൊതുവെ ജോലിയിലൊക്കെ ഒരു പ്രമോഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് 10-ലെ സൂര്യനുള്ള സമയത്ത്. 10-ലെ സൂര്യനെ കൊണ്ട് കുംഭം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ധനലാഭങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൊതുവേ കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടിയും സുഖവും സന്തോഷവും ഉണ്ടാവും. മേലധികാരികളുടെ പ്രശംസ പിടിച്ചു പറ്റാൻ ഇതിനൊക്കെ പറ്റിയൊരു സമയമാണ് കർമ്മത്തിൽ സൂര്യൻ വരുന്നതായ സമയത്ത് കുംഭം രാശിക്കാർക്ക്. കുംഭം രാശിക്കാർക്ക് ചൊവ്വ 6-ലാണ് നിൽക്കുന്നത്. 6-ലെ ചൊവ്വയെ കൊണ്ട് കുംഭം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുക. ചൊവ്വ എന്ന് പറയുന്നത് ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ ഭൂമിപരമായ ക്രയവിക്രയങ്ങളിലൊക്കെ വളരെ നല്ല ലാഭങ്ങളുണ്ടാവും. അതുമാതിരി തന്നെ ഭൂമി കൊണ്ട് ഗുണങ്ങളും ലാഭങ്ങളും ഉണ്ടാവും. അത് പാട്ടത്തിന് കൊടുത്തിട്ടാണെങ്കിലും ലീസിന് കൊടുത്തിട്ടാണെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ടാണെങ്കിലും എന്തുപരമായിട്ടാണെങ്കിലും ഭൂമിപരമായ ഗുണങ്ങളുണ്ടാവും. അതുമാതിരി വ്യവഹാരങ്ങളൊക്കെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് വ്യവഹാരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഭൂമിപരമായി നമുക്ക് പൂർവിക സ്വത്തൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ പിരിഞ്ഞ് കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ് 6-ലെ ചൊവ്വയുള്ള സമയത്ത്. അതുമാതിരി നമുക്ക് ലോണും കടങ്ങളൊക്കെ ഉള്ളതായ ആളുകൾക്ക് അത് അടച്ചു തീർക്കാനും EMI ഒക്കെ അടച്ചു തീർക്കാനും കൊടുക്കാനൊക്കെ പറ്റുന്നതായൊരു സമയമായിരിക്കും 6-ൽ ചൊവ്വ നിൽക്കുമ്പോൾ. പൊതുവേ 6-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ശത്രുക്കളൊക്കെ നമുക്കെതിരെ ചെയ്യുന്നതൊന്നും ഫലിക്കാണ്ട് വരും. ശത്രുവിന് മേൽ നമുക്ക് വിജയം ലഭിക്കുന്നൊരു സമയമായിരിക്കും 6-ലെ ചൊവ്വയെ കൊണ്ട്. നമുക്ക് അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് മാറിപ്പോകാൻ സാധ്യതയുള്ളതായൊരു സമയമാണ്. അതിനൊരു ശമനം കിട്ടുന്നതായൊരു സമയമായിരിക്കും 6-ലെ ചൊവ്വയെ കൊണ്ട്. ധനപരമായ ഉയർച്ചയുണ്ടാവും, പല വഴിയിലൂടെയും ധനം വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പൊതുവേ ഒരു ധൈര്യവും സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. നമ്മൾ എന്ത് കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങുമ്പോഴും അത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും വിദ്യയിൽ നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് 6-ലെ ചൊവ്വയെ കൊണ്ട് കുംഭം രാശിക്കാർക്ക്.
കുംഭം രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് 4-ലാണ്. 4-ലെ വ്യാഴത്തിനെ കൊണ്ട് മോശം ഫലങ്ങളായിരിക്കും കുംഭം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. കൊല്ലം മുഴുവൻ 4-ലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം 4 നിൽക്കുമ്പോൾ പൊതുവേ വിവാഹമൊക്കെ നടക്കാൻ വിവാഹം ആലോചിക്കുന്നതായ ആളുകൾക്ക് നല്ല ആലോചനകൾ വരാതിരിക്കുക, അത് നീണ്ടുപോകാനൊക്കെ സാധ്യതയുള്ളതായ ഒരു സമയമാണ്. അതുമാതിരി തന്നെ നമുക്ക് ധനപരമായ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങളൊക്കെ വരിക, ലോണൊക്കെ എടുക്കേണ്ടതായ സാഹചര്യമൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. നമ്മുടെ ബന്ധുക്കളൊക്കെ ശത്രുക്കളായി, വാക്തർക്കങ്ങളൊക്കെ ഉണ്ടായി ശത്രുക്കളായി മാറുന്നതായൊരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. നല്ല വ്യാഴം നിൽക്കുന്നതായൊരു സമയത്ത് മാതാപിതാക്കളൊക്കെ ആയിട്ട് വഴക്കുകൾ ഉണ്ടാവാനും അവരുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാവാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് 4-ലെ വ്യാഴം കൊണ്ട് കുംഭം രാശിക്കാർക്ക്. അതുമാതിരി തന്നെ കുടുംബത്തിൽ തന്നെ പൊതുവെ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാനും അതുമാതിരി ഭാര്യയുമായിട്ട് തല്ലും വഴക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് 4-ലെ വ്യാഴത്തിനെ കൊണ്ട് കുംഭം രാശിക്കാർക്ക്. അതുമാതിരി തന്നെ കുംഭം രാശിക്കാർക്ക് രോഗങ്ങളുള്ളവരാണെങ്കിൽ അത് മൂർച്ഛിക്കാനും, ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാനും അരിഷ്ടതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് 4-ലെ വ്യാഴത്തിനെ കൊണ്ട്. അതുമാതിരി തന്നെ നമുക്ക് ഇല്ലാതിരുന്നതായ ചില രോഗങ്ങളൊക്കെ പിടിപെടാനും, ഇപ്പോൾ കണ്ണിനോ അല്ലെങ്കിൽ അതുമാതിരിയുള്ള അവയവങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിക്കാനും സാധ്യതയുള്ളൊരു സമയമാണ് 4-ലെ വ്യാഴം കൊണ്ട് കുംഭം രാശിക്കാർക്ക്. പക്ഷേ ഒക്ടോബർ 9 തൊട്ട് വ്യാഴം വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. വക്രത്തിൽ വ്യാഴം സഞ്ചരിക്കാൻ തുടങ്ങിയതോടുകൂടി ഈ വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങളെല്ലാം കുംഭം രാശിക്കാരെ ഇപ്പോൾ ബാധിക്കില്ല. ഇപ്പോൾ വ്യാഴം കുറച്ച് നല്ല ഫലങ്ങളും ചെയ്യും. ഈ പറഞ്ഞ 4-ലെ വ്യാഴം കൊണ്ടുള്ള എല്ലാ മോശഫലങ്ങളും തൽക്കാലത്തേക്ക് ഒരു തടയിൽ നിൽക്കുകയാണ് വ്യാഴം വക്രത്തിലായതുകൊണ്ട്. ഈ ഒരു സമയത്ത് വ്യാഴം ദോഷം ചെയ്യില്ല, നല്ല ഫലങ്ങളായിരിക്കും കുംഭം രാശിക്കാർക്ക് ചെയ്യാം. കുംഭം രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് നവംബർ മാസത്തിൽ 10-ലാണ്. കർമ്മസ്ഥാനത്ത് ബുധൻ നിൽക്കുന്നതായ സമയത്ത് വളരെ നല്ല ഫലങ്ങളാണ് ബുധൻ കുംഭം രാശിക്കാർക്ക് കൊടുക്കുക. ബുധൻ വിദ്യയുടെ ഗ്രഹമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ഓജസ്സും തേജസ്സും ഉണ്ടാവാനും അവർക്കത് നല്ല രീതിയിൽ പഠിക്കാൻ, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനും നല്ല റിസൾട്ട് ഉണ്ടാവാൻ പറ്റിയ സമയമാണ്. മത്സര പരീക്ഷകളിലൊക്കെ ചെയ്യുന്നതായ ആളുകൾക്ക് നല്ല റിസൾട്ടോടുകൂടി പാസ്സാവാൻ പറ്റിയ സമയമാണ്. ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇൻ്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നല്ല റിസൾട്ടോടുകൂടി ജോലി കിട്ടാനും പറ്റിയ സമയമാണ്. അതുമാതിരി ഓൾറെഡി കർമ്മസ്ഥാനത്ത് ബുധൻ നിൽക്കുമ്പോൾ ജോലിപരമായ കർമ്മപരമായ ഉയർച്ച ഉണ്ടാവും, കർമ്മപരമായ പുഷ്ടി ഉണ്ടാവും, അതുവഴി ധനാഗമനം ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ജോലി നന്നായി ചെയ്യാനും അതിൽ വിചാരിച്ച രീതിയിലുള്ള പണം കിട്ടാനും പറ്റിയ സമയമാണ്. അതുമാതിരി ബിസിനസ്സൊക്കെ ചെയ്യുന്നതായ ആളുകൾക്ക് ബിസിനസ്സിലൊക്കെ നല്ല രീതിയിൽ ചെയ്യാനും അതിൽ നിന്ന് പ്രോഫിറ്റ് നല്ല രീതിയിൽ ഉണ്ടാക്കാനും പറ്റിയൊരു സമയമാണ്. വാഹനം, വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നതായ ആളുകൾക്ക് അതിനൊക്കെ പറ്റാൻ സാധ്യതയുള്ളൊരു സമയമാണ് 10-ലെ ബുധനെ കൊണ്ട്. നമ്മൾ ജോലിയിലൊക്കെ ഉള്ള ആളുകൾ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാറ്റങ്ങൾ കിട്ടാനും അവിടേക്ക് വരാനും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വർക്കുകളിൽ മാറാനും പറ്റുന്നതായ സമയമാണ് 10-ലെ ബുധനെ കൊണ്ട്. പൊതുവേ ശത്രുക്കളൊക്കെ നമുക്കെതിരെ ചെയ്യുന്നതായൊന്നും ഫലിക്കാണ്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാവും 10-ലെ ബുധനെ കൊണ്ട്. പ്രൊഫഷണലായിട്ടുള്ള ആളുകൾക്ക് വളരെ നല്ല ഉയർച്ചകളും കാര്യങ്ങളും 10-ലെ ബുധനെ കൊണ്ട് ഉണ്ടാവും. പൊതുവെ ഒരു നൈപുണ്യം 10-ലെ ബുധനെ കൊണ്ട് കൂടുമെന്നാണ് പറയാം. കുംഭം രാശിക്കാർക്ക് ബുധനെ കൊണ്ട് 10 നവംബർ മാസത്തിൽ നല്ല ഫലങ്ങളാണ് കിട്ടാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. മീനം രാശിക്കാരുടെ നവംബർ മാസഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. മീനം രാശിക്കാർക്ക് നവംബർ മാസത്തിൽ ചൊവ്വ 5-ലാണ് നിൽക്കുന്നത്. 5-ലെ ചൊവ്വയെ കൊണ്ട് മീനം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും നവംബർ മാസത്തിൽ ലഭിക്കാൻ പോകുന്നത്. ചൊവ്വ 5-ൽ നിൽക്കുമ്പോൾ ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ, അസുഖങ്ങളും രോഗദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മീനം രാശിക്കാർക്ക്. അതുമാതിരി തന്നെ നമ്മൾ ജീവിതശൈലി രോഗങ്ങളുള്ളവരൊക്കെ ആണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതായൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അവർ ഇരട്ടി പഠിച്ചാലേ റിസൾട്ട് കിട്ടുമെന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. 5 എന്ന് പറയുന്നത് സന്താനസ്ഥാനമായതുകൊണ്ട് ചൊവ്വ 5-ൽ നിൽക്കുമ്പോൾ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, അതുമാതിരി സന്താനങ്ങളുടെ ജോലി, പഠനം എല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സന്താനങ്ങൾക്ക് അരിഷ്ടതകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് മീനം രാശിക്കാരുടെ 5-ൽ ചൊവ്വ നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ അനാവശ്യമായ വഴക്കുകൾ ഉണ്ടാവാനും, അതുമാതിരി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു ഉറപ്പില്ലാണ്ട് അത് എന്ത് വരും എന്നുള്ളത് ഒരു ഉറപ്പില്ലാണ്ടും കാര്യങ്ങളില്ലാണ്ടും നമ്മളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലെത്താനും
അതൊരു മോശം റിസൾട്ട് ഉണ്ടാവാനും സാധ്യതയുള്ള കാര്യങ്ങളുള്ള ഒരു സമയമാണ് 5-ൽ ചൊവ്വ നിൽക്കുമ്പോൾ മീനം രാശിക്കാർക്ക്. മീനം രാശിക്കാർക്ക് സൂര്യൻ 8-ലും 9-ലുമായിട്ടാണ് നവംബറിൽ സഞ്ചരിക്കുന്നത്. 8-ലെ സൂര്യനെ കൊണ്ട് മീനം രാശിക്കാർക്ക് വളരെ മോശം ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. 8-ൽ സൂര്യൻ നിൽക്കുമ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശരീരത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നത് പോലെ തോന്നാം, മനസ്സിനും തളർച്ച തോന്നുന്നതായ ഒരു സമയമാണ് 8-ൽ സൂര്യൻ നിൽക്കുന്നതായ സമയത്ത് മീനം രാശിക്കാർക്ക്. ജോലിയിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും ഹോസ്പിറ്റൽ വാസം ഉണ്ടാവാനും അതുവഴി പാഴ്ചെലവുകളും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് മീനം രാശിക്കാർക്ക്. 8-ൽ സൂര്യൻ നിൽക്കുന്നതായ ഒരു സമയത്ത് അവർക്ക് അനാവശ്യമായ യാത്രാക്ലേശങ്ങൾ ഉണ്ടാവാനും ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്നൊരു അലച്ചിലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പൊതുവെ മനസ്സിന് ദുഃഖങ്ങൾ അലട്ടാനും സാധ്യതയുള്ളൊരു സമയമാണ്. നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്താനും അത് നമുക്ക് മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുള്ളൊരു സമയമാണ് മീനം രാശിക്കാർക്ക് സൂര്യൻ 8-ൽ നിൽക്കുന്നതായ സമയത്ത്. പിന്നീട് സൂര്യൻ പോകുന്നത് 9-ലേക്കാണ്. 9-ൽ പോകുമ്പോഴും സൂര്യനെ കൊണ്ട് മോശം ഫലങ്ങളാണ് നവംബറിൽ മീനം രാശിക്കാർക്ക് കിട്ടാനുള്ളത്. 9-ലെ സൂര്യനെ കൊണ്ട് ഭാഗ്യസ്ഥാനമായ 9-ൽ സൂര്യൻ നിൽക്കുന്നതായ സമയത്ത് പൊതുവേ ഈശ്വരകടാക്ഷവും ഭാഗ്യമൊക്കെ കുറഞ്ഞതായി തോന്നാം. അതുമാതിരി തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയിലൊന്നും നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റാണ്ടും അതുവഴി ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. രോഗദുരിതങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ മൂർച്ഛിക്കാനും അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കുക ഒരു വിമുഖത കാണിക്കാൻ സാധ്യതയുണ്ട് മീനം രാശിക്കാർക്ക് സൂര്യ 9-ൽ നിൽക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇറങ്ങി തിരിച്ചാൽ തന്നെ അതിൽ കാര്യപരാജയവും നമുക്ക് വിചാരിച്ച റിസൾട്ടും ഉണ്ടാകാൻ പറ്റാൻ സാധ്യതയില്ലാത്തൊരു സമയമാണ് 9-ൽ സൂര്യൻ നിൽക്കുമ്പോൾ മീനം രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. മീനം രാശിക്കാർക്ക് ബുധൻ നവംബറിൽ 9-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഭാഗ്യസ്ഥാനമായ 9-ൽ ബുധൻ നിൽക്കുമ്പോൾ അത് മോശം ഫലമായിരിക്കും മീനം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത് നവംബർ മാസത്തിൽ. 9-ൽ ബുധൻ നിൽക്കുന്നതായ സമയത്ത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രോഗദുരിത പീഡകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദുഃഖദുരിതങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് 9-ലെ ബുധനെ കൊണ്ട്. അതുമാതിരി മാനസികമായ അസ്വസ്ഥതകൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് മനസ്സിനെ അലട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികളൊക്കെ ബുധൻ വിദ്യയുടെ ഗ്രഹമായതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ ഇരട്ടി പഠിച്ചാലേ റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. അതുമാതിരി തന്നെ പുറത്ത് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നതായ ആളുകളാണെങ്കിൽ അതൊക്കെ വൈകാൻ സാധ്യതയുണ്ട്. വിവാഹം കഴിയാത്തവരാണെങ്കിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ നല്ല ആലോചനകളൊക്കെ വരാതിരിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാതിരി തന്നെ പുറത്തൊക്കെ ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നീണ്ടുപോകാൻ സാധ്യതയുള്ളതായൊരു സമയമാണ് 9-ലെ ബുധനെ കൊണ്ട്. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അത് റിസൾട്ട് കിട്ടാണ്ടിരിക്കാൻ ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നതായൊരു കാര്യം കാണിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് 9-ലെ ബുധനെ കൊണ്ട് മീനം രാശിക്കാർക്ക്. പൊതുവേ 9-ൽ ബുധൻ നിൽക്കുമ്പോൾ മീനം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും നവംബറിൽ കിട്ടാൻ പോകുന്നത്. മീനം രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് 3-ലാണ്. ഈ കൊല്ലം മുഴുവൻ 3-ലാണ് വ്യാഴം നിൽക്കുന്നത്. 3-ലെ വ്യാഴത്തിനെ കൊണ്ട് മീനം രാശിക്കാർക്ക് വളരെ മോശം ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. കാര്യതടസ്സങ്ങളൊക്കെ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിന് പലതും വിഘ്നങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അത് 2-3 വട്ടം ചെയ്താൽ തന്നെ അത് നടക്കൂ എന്നുള്ളത് തന്നെയാണ് കാര്യങ്ങളുണ്ടാവുക. അതുമാതിരി തന്നെ നമ്മൾ കാര്യങ്ങളിൽ ഇറങ്ങി തിരിച്ചാൽ തന്നെ കാര്യങ്ങൾ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവാണ്ടിരിക്കുക, മോശം റിസൾട്ടുകൾ ഉണ്ടാവുക, മനസ്സിന് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, മാനസികമായ ബുദ്ധിമുട്ടുകളും ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുക. കാലങ്ങളായിട്ട് രോഗങ്ങളുള്ളവരാണെങ്കിൽ ആ രോഗം മൂർച്ഛിക്കാനും അതുകൊണ്ടുള്ള പീഡകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പൊതുവേ നമ്മുടെ വാക്കുകൾ കൊണ്ട് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. മനസ്സിനും ശരീരത്തിനും പൊതുവെ അസ്വസ്ഥതകളൊക്കെ 3-ലെ വ്യാഴം കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. ധനപരമായ പാഴ്ചെലവുകൾ ഉണ്ടാവുക, വിചാരിക്കാതെ അപ്രതീക്ഷിതമായ ചിലവുകൾ ഉണ്ടാവുക, കടമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടാണ്ടിരിക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ധനപരമായും ഞെരുക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് 3-ലെ വ്യാഴം കൊണ്ട്. പക്ഷേ എങ്കിൽ ഒക്ടോബർ 9 തൊട്ട് വ്യാഴം വക്രഗതിയിലാണ്. ഈ വക്രഗതിയിലായതുകൊണ്ട് ഈ വ്യാഴത്തിൻ്റെ ഈ പറഞ്ഞ ദോഷഫലങ്ങളൊന്നും തൽക്കാലം മീനം രാശിക്കാരെ ബാധിക്കില്ല. അതുമാത്രമല്ല വ്യാഴം കുറച്ച് നല്ല ഫലങ്ങളും ചെയ്യും വക്രത്തിലിരിക്കുന്ന സമയത്ത്. ഇപ്പോൾ പ്രസൻ്റ്ലി നവംബർ മാസത്തിലൊക്കെ വ്യാഴത്തിനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ല ഫലങ്ങളായിരിക്കും മീനം രാശിക്കാർക്ക് കിട്ടുക. മീനം രാശിക്കാർക്ക് ശുക്രൻ നവംബറിൽ 9-ലും 10-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 9-ലെ ശുക്രനെ കൊണ്ട് മീനം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും കിട്ടാൻ പോകുന്നത്.
ഭാഗ്യസ്ഥാനമായ 9 ശുക്രൻ നിൽക്കുമ്പോൾ ഭാഗ്യം ഈശ്വരാനുഗ്രഹമൊക്കെ വർദ്ധിക്കുന്നതായിട്ട് തോന്നാം. അതുമാതിരി നമ്മൾ അപ്രതീക്ഷിതമായ ധനവരവുകളൊക്കെ ഉണ്ടാവുക, നമ്മൾ ജോലിയിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഉയർച്ചകൾ ഉണ്ടാവുക, പ്രൊമോഷൻ കിട്ടുക അപ്രതീക്ഷിതമായിട്ട്. അതുമാതിരി നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാറാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഗവൺമെൻറ് ജോലിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ മേലധികാരിയിൽ നിന്ന് പ്രശംസ കിട്ടാനും അവർക്ക് പ്രൊമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാതിരി തന്നെ നമ്മൾ പൂർവിക സ്വത്തൊക്കെ കിട്ടാനുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. സുഖലോലുപതയുടെ ഗ്രഹമാണ് ശുക്രൻ എന്നുള്ളതുകൊണ്ട് തന്നെ വാഹനം, അതുമാതിരി വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നതായ ആളുകൾക്ക് അതൊക്കെ തുടങ്ങാനോ അല്ലെങ്കിൽ വാങ്ങാനോ കഴിയുന്നതായൊരു സമയമായിരിക്കും 9 ശുക്രനെ കൊണ്ട്. പിന്നീട് ശുക്രൻ പോകുന്നത് 10ലേക്കാണ്. 10 ശുക്രനെ കൊണ്ട് മീനം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും കിട്ടുക. 10 ശുക്രൻ വരുന്നതോടുകൂടി മീനം രാശിക്കാർക്ക് നല്ല ഫലങ്ങളല്ല പിന്നെ വരാൻ പോകുന്നത്. കർമ്മസ്ഥാനമായ 10 ശുക്രൻ നിൽക്കുമ്പോൾ കർമ്മപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. കർമ്മത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റാണ്ടും വിചാരിച്ച രീതിയിൽ ജോലി ചെയ്ത് തീർക്കാൻ പറ്റാണ്ടും ഓഫീസിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിലൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാതെ ബിസിനസ്സിൽ പ്രോഫിറ്റ് കുറയാനും ബിസിനസ്സിൽ ബുദ്ധിമുട്ട് വരാനും സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാതിരി തന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൽ ഒരു കാര്യവിഘ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ഓഫീസിലൊക്കെ ഓഫീസ് പൊളിറ്റിക്സൊക്കെ നമുക്കെതിരെ നടത്താൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പ്രൈവറ്റ് ജോലിയിലൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുകയും ജോലി പോവാതിരിക്കാൻ ശ്രദ്ധിച്ച് പ്രവർത്തിക്കേണ്ടതായൊരു സമയമാണ്. 10 നിൽക്കുന്നതായ സമയത്ത്, ശുക്രൻ നിൽക്കുന്നതായ സമയത്ത് മീനം രാശിക്കാർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.